എടാ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ എടാ ഓക്കെ അല്ലേ? സൗണ്ടും വീഡിയോ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വാല്യൂ സപ്ലൈ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വാല്യൂ ഓഫ് സപ്ലൈ. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മള് ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസാക്ഷൻ സപ്ലൈ ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ദെൻ സപ്ലൈ ആണെങ്കിൽ തന്നെ നെക്സ്റ്റ് ഇത് ടാക്സബിൾ സപ്ലൈ ആണോ എക്സംപ്റ്റഡ് സപ്ലൈ ആണോ നോക്കണം. ഇത് ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ FCM ആണോ RCM ആണോ നോക്കണം. അപ്പൊ അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് FCM ആണ്, ടാക്സബിൾ ആണ്, FCM ആണ്, ഞാൻ ഇതിന് മുകളിൽ ടാക്സ് അടക്കണം. അപ്പൊ ടാക്സ് അടക്കണമെങ്കിൽ അടുത്ത ചോദ്യം വരും, ഏത് എമൗണ്ടിന്റെ മുകളിലാണ് ഞാൻ ടാക്സ് അടക്കേണ്ടത്. ഒരു ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഡിഫറന്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള സബ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതൊക്കെ എടുക്കണം, ഏത് എമൗണ്ടിന് മുകളിലാണ് ഞാൻ ടാക്സ് അടക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും. ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാല്യൂ ഓഫ് സപ്ലൈ എന്നുള്ള ചാപ്റ്റർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള വെരി സിമ്പിൾ ചാപ്റ്റർ ആണ്. പെട്ടെന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന വലിയ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത സിമ്പിൾ ചാപ്റ്റർ ആണ്. ക്ലിയർ? അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൻ 15 സബ്സെക്ഷൻ 1, 15 സബ്സെക്ഷൻ 2, 15 സബ്സെക്ഷൻ 3. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. 15(1) 15(2) 15(3). ഓക്കെ. അപ്പൊ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് transaction value will be taken as value of supply. Transaction value will be taken as value of supply. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. If buyer and seller are unrelated. രണ്ടാമത്തത് and price is the sole consideration. Transaction value will be taken as value of supply if buyer and seller are unrelated and price is the sole consideration. ഇതെന്താന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാണ്ട് പോകുന്നത്. ഓക്കെ. ഇപ്പൊ നോർമലി ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സാധനം സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് കിട്ടേണ്ട എമൗണ്ട്, ഈ കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ നോർമലി പറഞ്ഞു വെച്ചാൽ 15 സബ്സെക്ഷൻ 1 പ്രകാരം ട്രാൻസാക്ഷൻ വാല്യൂ ആണ് വാല്യൂ സപ്ലൈ എടുക്കേണ്ടത്. ഇങ്ങനെ വാല്യൂ സപ്ലൈ എടുക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന് ബയർ ആൻഡ് സെല്ലർ ആർ അൺറിലേറ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു ബോയിന്റെ പേരുവാണല്ലോ. എന്തടേ ബോയ്സ് ആരും ഇല്ലേ? ഓക്കെ. നമുക്ക് മാലിക്കിനെ എടുക്കാം. മാലിക്കിന്റെ ബിസിനസ് പപ്പടം ബിസിനസ് ആണ്. മാലിക്കിന്റെ ബിസിനസ് എന്ന് പറയുന്നത് പപ്പടം സെയിൽ ചെയ്യാന്നുള്ള ബിസിനസ്സാണ്. മാലിക്ക് നോർമലി ഒരു പപ്പടം വിൽക്കുന്നത് 100 രൂപക്കാണ്. മാലിക്ക് നോർമലി ഒരു പപ്പടം വിൽക്കുന്നത് 100 രൂപക്കാണ്. ഓക്കെ. അപ്പൊ മാലിക്ക് മുഫീദാക്ക് ഒരു പപ്പടം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുഫീദ മാലിക്കിന് തിരിച്ചിങ്ങോട്ട് എത്ര രൂപ കൊടുക്കും? 100 രൂപ കൊടുക്കും. അപ്പൊ ഈ 100 രൂപനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ വാല്യൂ ആണ് വാല്യൂ സപ്ലൈ നോർമലി എടുക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. മാലിക്കിന്റെ വൈഫ് ഓക്കെ. അപ്പൊ മാലിക്കിന്റെ വൈഫ് മാലിക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഉള്ളത്, നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ എന്താക്കണം, ഒരു പപ്പടം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മാലിക് എന്താക്കി, മാലിക്കിന്റെ വൈഫിന് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പപ്പടം കൊണ്ടു കൊടുത്തു. ഓക്കെ. അപ്പൊ മാലിക് എന്ന് പറയുന്നത് പക്ക ബിസിനസ്മാൻ ആണ്. ബിസിനസിന്റെ വഴിക്ക്, കുടുംബത്തിന്റെ വഴിക്ക്, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് മാലിക്. അപ്പൊ മാലിക് വൈഫിന് ഒരു പപ്പടം കൊടുത്തു. വൈഫിന് പപ്പടം കൊടുത്തപ്പം മാലിക് വൈഫിന്റെ അടുത്ത് പറഞ്ഞു, പപ്പടത്തിന്റെ പൈസ തന്നിട്ടില്ല. അപ്പൊ വൈഫ് എന്താക്കും, മാലിക്കിനോട് പറയും, നിങ്ങൾ എന്താ മനുഷ്യനാ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങൾ ഈ പപ്പടം വിറ്റ് എന്റെ അടുത്ത് പൈസ വാങ്ങാണോ ചെയ്യുന്നത്? അപ്പൊ മാലിക് പറ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് വേറെ ഇത് വേറെ,
എനിക്ക് എന്റെ ബിസിനസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് പറയും. അപ്പൊ വൈഫ് എന്താക്കും, മാലിക്കിന് പപ്പടത്തിന്റെ പൈസ കൊടുക്കും. അപ്പൊ നോർമലി ഈ പപ്പടത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, മാലിക്കിന്റെ വൈഫ് മാലിക്കിന് 100 രൂപ കൊടുക്കുവോ? കാരണം വൈഫ് മാലിക്കിനോട് എന്താ പറയാ, എന്റെ മനുഷ്യ ഈ പപ്പടം നിങ്ങൾ നോർമലി ഉള്ള നാട്ടുകാർക്ക് വെക്കുന്നത് 100 രൂപക്കാണ്. നിങ്ങളുടെ ഭാര്യയായ എന്റെ അടുത്തും നിങ്ങൾ 100 രൂപയാണ് വാങ്ങുന്നത്. അപ്പൊ ഞാനും നാട്ടുകാരും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് തന്നൂടെ എന്ന് പറഞ്ഞിട്ട് വൈഫ് എന്താക്കും, മാലിക്കിന് 70 രൂപ കൊടുക്കും. ക്ലിയർ ആണല്ലോ? ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയുള്ളത്? 70 രൂപയാണുള്ളത്. ശരിക്കും ഈ പപ്പടത്തിന്റെ വാല്യൂ എത്രയാണ്? 100 രൂപയാണ്. അപ്പൊ 100 രൂപയുടെ പപ്പടത്തിന്റെ വാല്യൂ എത്ര രൂപയായി മാറി? 70 രൂപയായി മാറി. അതായത് മാലിക്ക് വൈഫിന് പകരം വേറെ ഒരാൾക്കാണ് സെയിൽ ചെയ്തിരുന്നെങ്കിൽ മാലിക്കിന് എത്ര രൂപ കിട്ടുമായിരുന്നു? 100 രൂപ കിട്ടുമായിരുന്നു. ഗവൺമെന്റിന് ഏത് എമൗണ്ട് മുകളിൽ ടാക്സ് കിട്ടുമായിരുന്നു? 100 രൂപയ്ക്ക് മുകളിൽ ടാക്സ് കിട്ടുമായിരുന്നു. പക്ഷേ മാലിക്കിന്റെ വൈഫിനാണ് പപ്പടം വിറ്റത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് പേഴ്സൺ ആണ് പപ്പടം വിറ്റത് എങ്കിൽ ആ റിലേറ്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് അല്ലെങ്കിൽ ആ കിട്ടുന്ന ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞത് ഇത് ആക്ച്വൽ ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ ആയിരിക്കോ? ഒരിക്കലും അല്ലല്ലോ. അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കുമല്ലോ. അപ്പൊ ആ കുറഞ്ഞ എമൗണ്ട് നമ്മൾ വാല്യൂ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്താവും? റവന്യൂ ലോസ് വരൂലേ? അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞു, മാലിക്ക് വിൽക്കുന്നത് മാലിക്കിന്റെ വൈഫിനാണെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്താക്കാൻ പാടില്ല? വാല്യൂ സപ്ലൈ എടുക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 70 രൂപ എന്താക്കാൻ വേണ്ടി പാടില്ല? വാല്യൂ സപ്ലൈ എടുക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് അതിലൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു, മാലിക്ക് വിൽക്കുന്നത് മാലിക്കിന്റെ വൈഫിനല്ല, റിലേറ്റഡ് പേഴ്സൺ അല്ല വിൽക്കുന്നതെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്താക്കാം? വാല്യൂ സപ്ലൈ എടുക്കാം. ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ എക്സാമ്പിള്, മാലിക്ക് ഇതേപോലെ മാലിക്ക് ചിത്രക്ക് പപ്പടം വിറ്റു. ചിത്ര മാലിക്കിന്റെ ആരുമല്ല, റിലേറ്റഡ് പേഴ്സണോ ഒന്നുമല്ല. ചിത്ര മാലിക്കിന് 70 രൂപ കൊടുത്തു. അപ്പൊ മാലിക് പറഞ്ഞു 70 രൂപയല്ല, പപ്പടത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പൊ ചിത്ര നീ ബേജാറാവണ്ട, ഞാൻ നിനക്ക് എന്താക്കാം, പ്ലസ് 30 രൂപയുടെ തക്കാളി തരാം. അപ്പൊ മാലിക്ക് നോക്കുമ്പോൾ നാം 70 രൂപ ട്രാൻസാക്ഷൻ വാല്യൂ പൈസ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, 30 രൂപ തക്കാളി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 70 രൂപയാണ്. പക്ഷേ മാലിക്കിന് 70 രൂപയുടെ ബെനിഫിറ്റ് ആണോ കിട്ടിയേക്കുന്നത്? 70 രൂപ ക്യാഷ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്, 30 രൂപയുടെ തക്കാളിയും കിട്ടിയിട്ടുണ്ടല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിയേ, പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ ആണോ? പ്രൈസ് മാത്രമാണോ കൺസിഡറേഷൻ ആയിട്ട് കിട്ടുന്നത്? അല്ലല്ലോ. അതിന്റെ കൂടെ 30 രൂപയുടെ തക്കാളിയും കൂടി ഇല്ലേ? അപ്പൊ പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ 70 രൂപയുടെ കൂടെ തക്കാളി കൂടി കിട്ടുന്നുണ്ടെങ്കിൽ 70 രൂപ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ വാല്യൂ നമുക്ക് വാല്യൂ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ലല്ലോ. അവിടെ ഈ തക്കാളിയുടെ വാല്യൂ കൂടെ എന്താക്കേണ്ടി വരും? നമ്മൾ കൂട്ടേണ്ടി വരൂലേ? അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു, പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ 70 രൂപ മാത്രമല്ല കിട്ടുന്നത്, അതിന്റെ കൂടെ തക്കാളി കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്താക്കാൻ പാടില്ല? വാല്യൂ സപ്ലൈ എടുക്കാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ വാല്യൂ സപ്ലൈ എടുക്കാം. രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഒന്ന് അൺറിലേറ്റഡ് ആണ്, ബയർ ആൻഡ് സെല്ലർ ആർ അൺറിലേറ്റഡ് ആണ്, ആൻഡ് പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ ആണ്. മനസ്സിലായോ? ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ വാല്യൂ ട്രാൻസാക്ഷൻ വാല്യൂ വിൽബട്ടേക്കുന്ന വാല്യൂ സപ്ലൈ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് ഒരു ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ ബയർ ആൻഡ് സെല്ലർ ആർ അൺറിലേറ്റഡ് ആണ്, പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ട്രാൻസാക്ഷൻ വാല്യൂ സപ്ലൈ എടുക്കാം. അങ്ങനെ ഞാൻ ട്രാൻസാക്ഷൻ വാല്യൂ സപ്ലൈ എടുത്തിട്ട് ഗവൺമെന്റ് ടാക്സ് അടക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് ഗവൺമെന്റ് ടാക്സ് അടക്കാണ്ട് പോകുമ്പോൾ ഗവൺമെന്റ് പറയും ആയിട്ടില്ല, സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പ്രകാരം എടുത്താൽ മാത്രം പോരാ, അതിന്റെ കൂടെ നിങ്ങൾ എന്താക്കണം? സെക്ഷൻ 15 സബ്സെക്ഷൻ 2 ഗവൺമെന്റ് പറയുന്ന 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങൾ കൂടി എന്താക്കണം? ട്രാൻസാക്ഷൻ വാല്യൂവിന്റെ കൂടെ ആഡ് ചെയ്യണം. ഗവൺമെന്റ് പറഞ്ഞു 15 പ്രകാരമുള്ള ട്രാൻസാക്ഷൻ വാല്യൂ മാത്രം എടുത്താൽ പോരാ, അതിന്റെ കൂടെ 15 പറയുന്ന കാര്യങ്ങളോട് കൂടി എന്താക്കണം? ആഡ് ചെയ്യണം എന്ന് പറയും. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് എനി ടാക്സസ് കോമ ഡ്യൂട്ടീസ് പെയ്ഡ്
under any law. Any taxes, duties paid under any law. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു സെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡ്യൂട്ടിയോ ടാക്സോ എന്തെങ്കിലും അടച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താക്കണം, നമ്മുടെ വാല്യൂ സപ്ലൈയുടെ കൂടെ ആഡ് ചെയ്യണം. എക്സാമ്പിൾ, നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യനിൽ തരികയാണ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ₹1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുനിസിപ്പൽ ടാക്സ് നിങ്ങൾ എന്താക്കണം, വാല്യൂ സപ്ലൈയിലേക്ക് ആഡ് ചെയ്യണം. ഇത് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി ഒന്നുമില്ല. നിങ്ങൾക്ക് എക്സാമിന് ഡയറക്ട്ലി തരും മുനിസിപ്പൽ ടാക്സ് പേ ചെയ്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാക്സ് പേ ചെയ്യുന്നത് പറയും. ഈ സാധനം എന്താക്കുക, നമ്മൾ 15(1) 15(2)A പ്രകാരം നേരെ അങ്ങോട്ട് ആഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ്, TCS ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. TCS ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. TCS എന്താക്കണ്ട, നമ്മൾ എടുക്കണ്ട. ക്ലിയർ ആണല്ലോ. അതേപോലെ GST കോമ്പൻസേഷൻ സെസ് എടുക്കണ്ട. GST കോമ്പൻസേഷൻ സെസ് എടുക്കണ്ട. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് 15(2)B. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹാഫ് ഓഫ് പേയ്മെന്റ്. ബിഹാഫ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആരെങ്കിലും നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഷോർട്ടാക്കി എഴുതിക്കോ. ബിഹാഫ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി എമൗണ്ട് ദാറ്റ് supplier actually liable to be paid. അതായത് ആക്ച്വലി സപ്ലയർ ലാബിൾ ആയ പൈസ which is paid by recipient and not included in amount actually paid or പേയബിൾ. അതായത് മാലിക്ക് ചിത്രക്ക് 100 രൂപയുടെ പപ്പടം സെയിലാക്കി. ചിത്ര ഇങ്ങോട്ട് 100 രൂപ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മാലിക്ക് ചിത്രനോട് പറഞ്ഞു, ഇന്ന് എനിക്കിപ്പോ 100 രൂപ തരണ്ട, പകരം 70 രൂപ തന്നാ മതി എന്ന് പറഞ്ഞു. ഇവിടെ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണ്? 70 രൂപയാണ് ട്രാൻസാക്ഷൻ വാല്യൂ. ഇവർ രണ്ടാളും അൺറിലേറ്റഡ് ആണല്ലോ. പ്രൈസ് ഈസ് ദി സോൾ കൺസിഡറേഷൻ ആണല്ലോ. ഇവിടെ പ്രൈസിന്റെ കൂടെ തക്കാളി ഒന്നും ഇല്ല. അപ്പൊ പ്രൈസ് ഈസ് സോൾ കൺസിഡറേഷൻ. അപ്പൊ നമുക്ക് എന്തെടുക്കാം, ട്രാൻസാക്ഷൻ വാല്യൂ സപ്ലൈ എടുക്കാം. നമ്മൾ 51 പ്രകാരം ട്രാൻസാക്ഷൻ വാല്യൂ സപ്ലൈ എടുത്ത്. അപ്പൊ ചിത്ര ഭയങ്കര ഹാപ്പി ആയി. 100 രൂപയുടെ പപ്പടം 70 രൂപക്ക് കിട്ടിയല്ലോ. അപ്പൊ ആ സമയത്ത് മാലിക് ചിത്രനോട് പറയാണ്, മാലിക് എന്താക്കിയിട്ടുണ്ട്, പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിക്ക് ആവശ്യമായ ഒരു റോ മെറ്റീരിയൽ വേറൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ മുംതാസിന്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ 30 രൂപയുടെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. മാലിക് അതിന്റെ പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ മാലിക്കാണ് ആക്ച്വലി 30 രൂപ കൊടുക്കേണ്ടത്. സപ്ലയർ ആണ് ഈ പൈസ കൊടുക്കാൻ വേണ്ടിക്ക് ലാബിൾ ആയിട്ടുള്ളത്. എന്നിട്ട് ഈ പൈസ മാലിക് ചിത്രനോട് പറയും, ഞാൻ ഈ മുംതാസിന് എന്തുണ്ട്, ഒരു 30 രൂപ കൊടുക്കാനുണ്ട്, ആ 30 രൂപ എന്താക്കിയേക്ക് ഈ കൊടുത്തേക്ക് എന്ന് പറയും. അങ്ങനെ ചിത്രം എന്താക്കും, 30 രൂപ മുംതാസിന് കൊടുക്കും. അതായത് സപ്ലയർ കൊടുക്കാൻ വേണ്ടിക്ക് ആക്ച്വലി ലാബിൾ ആയ പൈസ, സപ്ലയർ കൊടുക്കാൻ വേണ്ടിക്ക് ആക്ച്വലി ലാബിൾ ആയ പൈസ ആര് കൊടുക്കുന്നു, റെസിപ്പിയന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ 30 രൂപ കൂടി നമ്മൾ എന്താക്കണം, ട്രാൻസാക്ഷൻ വാല്യൂന്റെ കൂടെ ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ 15(1) പ്രകാരം എന്തെടുത്തിട്ടുണ്ടാവും, 70 രൂപ എടുത്തിട്ടുണ്ടാവും. ഈ സാധനം നമ്മൾ എന്താക്കും, 15(2)B ബിഹാഫ് ഓഫ് പേയ്മെന്റിൽ എന്താക്കും, ഈ എമൗണ്ട് ആഡ് ചെയ്യും. അപ്പൊ 70 30 എത്രയായി, 100 രൂപ വാല്യൂ സപ്ലൈ മാറി. ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആണോ? ഇനി സി എന്ന് പറയുന്നത് എനി ഇൻസിഡന്റൽ എക്സ്പെൻസസ് ലൈക്ക് കമ്മീഷൻ, പാക്കിംഗ്, ഫ്രൈറ്റ് എക്സെട്ര. അതായത് സെയിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പാക്കിംഗ് ചാർജസോ കമ്മീഷൻ ചാർജസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സാധനം എന്താക്കണം, നമ്മൾ ആഡ് ചെയ്യണം. പക്ഷേ amount incurred after supply not included. അതായത് എമൗണ്ട് ഇൻകർ ആഫ്റ്റർ സപ്ലൈ. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പറയാണ് പോസ്റ്റ് ഇൻസ്പെക്ഷൻ ചാർജസ് ഉണ്ടെന്ന് പറയാണ്. ഇങ്ങനെ ആഫ്റ്റർ സപ്ലൈ ഉള്ള എന്തെങ്കിലും എമൗണ്ട് ആണെങ്കിൽ അത് എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കിയേ, എ എന്നാ എനി ഡ്യൂട്ടി ടാക്സ് പേ ചെയ്യാം, ബി ഫോർ ബിഹാഫ് ഓഫ് പേയ്മെന്റ്, സി ഫോർ ഇൻസിഡന്റൽ എക്സ്പെൻസസ്. ഇനി അടുത്തത് ഡി മാലിക്ക് 100 രൂപയുടെ പപ്പടം ചൈത്രക്ക് വിറ്റ്. ചൈത്രക്ക് വിറ്റ് പറഞ്ഞു, ഈ ഒരു മാസം കൊണ്ട് എനിക്ക് പേയ്മെന്റ് തരണം എന്ന് പറഞ്ഞു, 100 രൂപ. ചൈത്ര പറഞ്ഞു ഓക്കെ, ഒരു മാസം കൊണ്ട് പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു മാസമായിട്ട് മാലിക്ക് ചൈത്രന്റെ അടുത്ത് പേയ്മെന്റ് ചോദിച്ചു. അപ്പൊ ചൈത്ര പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ഒരു മാസം കൂടി ടൈം പീരീഡ് തരണം എന്ന് പറയും. അപ്പൊ മാലിക് പറഞ്ഞു ഓക്കെ,
ഒരു മാസം കൂടി ടൈം പീരീഡ് തരാം. പക്ഷെ എന്താക്കണം, ഇതിന്റെ കൂടെ അഡീഷണലി 100 രൂപ എന്താക്കണം, എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തരണം എന്ന് പറയും. അപ്പൊ ഈ അഡീഷണൽ വാങ്ങുന്ന 100 രൂപ ഉണ്ടല്ലോ, ഈ സാധനം എന്താക്കണം, നമ്മൾ വാല്യൂ സപ്ലൈയിൽ ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ കളക്റ്റഡ് ഓൺ ഡിലേഡ് പേയ്മെന്റ്. ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ കളക്റ്റഡ് ഓൺ ഡിലേഡ് പേയ്മെന്റ് എന്താക്കണം, നമ്മൾ ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? പക്ഷേ ഈ 100 രൂപ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നോർമലി നമ്മളൊരു സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനത്തിന്റെ പ്രൈസ് പ്ലസ് ടാക്സ് എമൗണ്ട് നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ആക്കൂലേ. ഇപ്പൊ ഈ 100 രൂപ ഡിലേഡ് പേയ്മെന്റ് വാല്യൂ സപ്ലൈയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 രൂപയുടെ മുകളിലും ഗവൺമെന്റിന് ടാക്സ് അടക്കണ്ടേ. അപ്പം മാലിക് ചൈത്രന്റെ കയ്യിൽ നിന്ന് എന്താക്കണം, ഈ 100 രൂപന്റെ മുകളിലും ടാക്സ് കളക്ട് ചെയ്യണ്ടേ. അപ്പൊ മാലിക് ചൈത്രനെ വിളിച്ചിട്ട് പറയും, ഈ എനിക്ക് 100 രൂപ മാത്രം തന്നാ പോരാ, ഈ 100 രൂപ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ സപ്ലൈയിൽ ആഡ് ആവും. എന്റെ വാല്യൂ സപ്ലൈയിൽ ആഡ് ആയാൽ ഈ 100 രൂപയുടെ മുകളിൽ ഞാൻ ഗവൺമെന്റ് ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ ആ ടാക്സ് എമൗണ്ട് കൂടി എനിക്ക് തരണം എന്ന് പറയും. അന്നേരം ചെയ്തവരും, എന്റെ പൊന്നും മനുഷ്യ, എന്റെ കയ്യിൽ ഓൾറെഡി പൈസ ഇല്ല, എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അന്നേ തരാതെ അപ്പുറത്തിന്റെ പൈസ ഞാൻ നിങ്ങൾക്ക് അന്നേ തന്നിട്ടുണ്ടാവില്ലേ. എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അന്ന് തന്നെ പൈസ തരാണ്ടുന്നത്. എന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത കാരണത്താലല്ലേ ഇപ്പൊ ഈ ഇൻട്രസ്റ്റും ലേറ്റ് ഫീ ഡിലേഡ് പേയ്മെന്റ് വന്നേക്കുന്നത്. ഇതിന്റെ കൂടെ ടാക്സ് എമൗണ്ട് കൂടി തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ അത് നിർത്തി തരാൻ വേണ്ടി പൈസ ഇല്ല എന്ന് പറയും. അപ്പൊ ഗവൺമെന്റ് മാലിക്കിനോട് പറഞ്ഞ് നീ വിഷമിക്കണ്ട, ഇയും ചൈത്രനും കൂടി അതിന്റെ പേരിൽ അടിയാക്കണ്ട, ഈ എന്താക്കിയാൽ മതി, ചൈത്ര അഡീഷണൽ ആയിട്ട് തരുന്ന ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ ആ 100 രൂപ ഉണ്ടല്ലോ, ഈ 100 രൂപ എങ്ങനെ എടുത്താൽ മതി, ഇൻക്ലൂസീവ് ഓഫ് GST ആയിട്ട് എടുക്കണം എന്ന് പറയും. ഇൻക്ലൂസീവ് ഓഫ് GST ആണെങ്കിൽ ഇതിന്റെ ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ സപ്ലൈയിലേക്ക് എങ്ങനെ എമൗണ്ട് കണ്ടുപിടിക്കും. ഇത് 18% ടാക്സ് ആണെങ്കിൽ 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 118 അടിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ എത്ര രൂപ കിട്ടും? 84.5 രൂപ. അപ്പൊ 84.5 ആണ് എന്താക്കേണ്ടത്, നമ്മൾ വാല്യൂ സപ്ലൈ ആയിട്ട് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ നോക്ക്, ഒന്ന് എനി ഡ്യൂട്ടി ടാക്സ് പേ ചെയ്യുക, A ഫോർ എനി ഡ്യൂട്ടി ടാക്സ്, B ബിഹാഫ് ഓഫ് പേയ്മെന്റ്, ദാറ്റ് ഈസ് സപ്ലയർ ആക്ച്വലി ലാബിൾ ആയ പൈസ റെസിപ്പിയന്റ് കൊടുക്കാം, C ഫോർ ഇൻസിഡന്റൽ എക്സ്പെൻസസ്, D ഫോർ ഡിലേഡ് പേയ്മെന്റ് മുകളിൽ വരുന്ന ഇൻട്രസ്റ്റും ലേറ്റ് ഫീ ആ കാര്യങ്ങളൊക്കെ. ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ ഒക്കെ നമ്മൾ എങ്ങനെ എടുക്കണം, ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഓഫ് GST ആയിട്ട് നമ്മൾ എടുക്കണം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഈ സബ്സിഡി, എന്ന് പറയുന്നത് സബ്സിഡി. ഇത് വെരി ഇമ്പോർട്ടന്റ്, ഇവിടെ ശ്രദ്ധിക്കും. ഈ ഏക നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരേ ഒരു ഏരിയ വേറെ സപ്ലൈ സബ്സിഡി മാത്രമാണ്. ഓക്കെ, അപ്പൊ നോക്കി സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാല് സബ്സിഡി വിച്ച് ആർ ഡയറക്ട്ലി ലിങ്ക്ഡ് ടു പ്രൈസ്, directly linked to price, excluding subsidy from government. അതായത് നമ്മൾ കൺസിഡറേഷൻ പഠിച്ച സമയത്ത് അതിൽ കൺസിഡറേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് സബ്സിഡി എന്നുള്ള ഒരു പോയിന്റ് നോക്കിയായിരുന്നു. അത് കൺസിഡറേഷനിൽ സബ്സിഡി ഫ്രം ഗവൺമെന്റ് ഒരിക്കലും ഇൻക്ലൂഡ് ആവില്ല. കൺസിഡറേഷനിൽ സബ്സിഡി ഫ്രം ഗവൺമെന്റ് ഒരിക്കലും ഇൻക്ലൂഡ് ആവില്ല. ഓക്കെ, ഞാൻ പറയാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, സബ്സിഡി ആഡ് ചെയ്യണം. എപ്പോ, ഏത് സബ്സിഡി ആഡ് ചെയ്യണം? സബ്സിഡി വിച്ച് ആർ ഡയറക്ട്ലി ലിങ്ക്ഡ് ടു പ്രൈസ് ആണ്. അതായത് ഈ സബ്സിഡി കാരണം ഈ സാധനത്തിന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറഞ്ഞിരിക്കണം. ആൻഡ് ഈ സബ്സിഡി അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി ആയിരിക്കണം. ഗവൺമെന്റിന് കയ്യിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി ആവാനും പാടില്ല. ഇവിടെ ശ്രദ്ധിക്കുക. ഇപ്പൊ മുഫീദ് കാറ് സെയിൽ ചെയ്യാണ്. ഞാൻ വിൽക്കുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിളാണ്. എന്റെ കാറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. അപ്പൊ എന്റെ കാറിന്റെ പ്രൈസ് 50 ലക്ഷം രൂപയാണ്, ഞാൻ ഇലക്ട്രിക്കൽ വെഹിക്കിൾ സെയിൽ ചെയ്യാണ്. പക്ഷെ എന്റെ കാർ ആരും വാങ്ങുന്നില്ല. കാരണം എന്റെ കാറിന്റെ പ്രൈസ് എത്ര? 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഹെവി എമൗണ്ടാ. ആൾക്കറിയാൽ ഫണ്ടില്ല ഇലക്ട്രിക്കൽ വെഹിക്കിൾ 50 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ വേണ്ടിക്ക്. അപ്പൊ ആ സമയത്ത് റിലയൻസിന്റെ മുതലാളിയായ മുകേഷ് അംബാനി എന്റെ ഫോൺ വിളിച്ച് പറയും, മുഫീദേ, നീ ചെയ്യുന്നത് നല്ലൊരു ബിസിനസ് ആണ്, നീ ചെയ്യുന്ന ഇലക്ട്രിക് കാറിന്റെ നല്ലൊരു ബിസിനസ്സാ, നമ്മുടെ രാജ്യത്തിന്റെ പൊല്യൂഷൻ കുറയാൻ വേണ്ടിക്ക് അത് വളരെയധികം സഹായിക്കും. അപ്പൊ ഞാൻ പറയും മുകേഷ് അംബാനിനോട്, എന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു, രാജ്യത്തിന്റെ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇലക്ട്രിക്കൽ വണ്ടിയുടെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. പക്ഷെ എന്റെ വണ്ടീന്റെ പ്രൈസ് 50 ലക്ഷം രൂപയാണ്, ആരും എന്റെ വെഹിക്കിൾ വാങ്ങുന്നില്ല 50 ലക്ഷം രൂപ ആയതുകൊണ്ട്. അപ്പൊ മുകേഷ് അംബാനി പറയും, ഈ വിഷമിക്കണ്ട, ഞാൻ എന്താക്കാം, നിനക്ക് ഓരോ കാറിന്റെ മുകളിൽ 10 ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് തരാമെന്ന് പറയും. അപ്പൊ ഞാൻ ഹാപ്പി ആയി. അപ്പൊ ഞാൻ എന്താക്കും,
മുകേഷ് അംബാനി എനിക്ക് ഇങ്ങോട്ടേക്ക് 10 ലക്ഷം രൂപ തന്നു കഴിയുമ്പോൾ ഈ കാറിന്റെ പ്രൈസ് ഞാൻ എത്ര ആക്കി മാറ്റും? 50 ലക്ഷം രൂപ എന്നുള്ളത് 40 ലക്ഷം രൂപയാക്കിട്ട് കുറക്കും. 50 ലക്ഷം രൂപ എന്നുള്ളത് 40 ലക്ഷം രൂപയായിട്ട് കുറക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയാ പ്രൈസ് വിച്ച് ആർ സബ്സിഡി വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ്. ഈ സബ്സിഡി കാരണം എന്റെ വെഹിക്കിളിന്റെ എമൗണ്ട് കുറഞ്ഞു, ഞാൻ നോർമലി സെല്ല് ചെയ്യുന്നതിൽ നിന്നും എമൗണ്ട് കുറഞ്ഞു. എടാ അംബാനിക്ക് ലാഭമൊന്നുമില്ല. എടാ അംബാനി ഇന്ത്യനെ രക്ഷിക്കാൻ വേണ്ടിക്ക് പറഞ്ഞതല്ലേ. ഓക്കെ, നോക്ക്, ഇന്ത്യന്റെ പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിക്ക് അംബാനി പറഞ്ഞതാണ്. അപ്പൊ നോക്ക്, ഫ്ലോ അങ്ങോട്ടാണ്. 50 ലക്ഷം രൂപ എന്നുള്ള കാറ് 50 ലക്ഷം രൂപയുടെ കാറിന്റെ വാല്യൂ എത്രയും മാറി? 40 ലക്ഷമായിട്ട് മാറി. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാനൊരു കാറ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എനിക്ക് എത്ര രൂപ കിട്ടും? 40 ലക്ഷം രൂപ കിട്ടും. അംബാനിയുടെ കയ്യിൽ നിന്ന് എനിക്ക് എത്ര രൂപ കിട്ടും? 50 ലക്ഷം രൂപ കിട്ടും. ഞാൻ ഹാപ്പി ആയല്ലോ. കാർ എനിക്ക് നോർമൽ വിറ്റാ കിട്ടുന്ന 50 ലക്ഷം രൂപ തന്നെ കിട്ടിയില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എനിക്ക് എത്ര രൂപ കിട്ടുന്നത്? 40 ലക്ഷം അല്ലേ? 40 ലക്ഷം ആണെങ്കിൽ എന്റെ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണ്? 40 ലക്ഷം ആണല്ലോ. പക്ഷെ എനിക്ക് എത്ര രൂപയുടെ ബെനിഫിറ്റ് ഉണ്ട്? 40 ലക്ഷം കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്, 10 ലക്ഷം അംബാനിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്, 50 ലക്ഷത്തിന്റെ ബെനിഫിറ്റ് ഇല്ലേ? ഞാൻ ഈ ട്രാൻസാക്ഷൻ വാല്യൂ സപ്ലൈ ചെയ്തെടുത്ത് നോക്കുമ്പോൾ എന്റെ വാല്യൂ സപ്ലൈയിൽ എത്ര ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളൂ? 40 ലക്ഷം വന്നിട്ടുള്ളൂ. എനിക്ക് 50 ലക്ഷത്തിന്റെ ബെനിഫിറ്റ് ഇല്ലേ? അപ്പൊ ഗവൺമെന്റ് എന്ത് പറയും? മുഫീദെ, നിനക്ക് കിട്ടിയ സബ്സിഡി എന്താക്ക് നീ ട്രാൻസാക്ഷൻ വാല്യൂന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്താക്കും? ആ സബ്സിഡിയുടെ എമൗണ്ട് 10 ലക്ഷം എന്നുള്ളത് ട്രാൻസാക്ഷൻ വാല്യൂന്റെ കൂടെ ആഡ് ചെയ്ത് അത് 50 ലക്ഷം ആക്കും. ഗവൺമെന്റിന് 50 ലക്ഷത്തിന് മുകളിൽ ടാക്സ് കൊടുക്കും. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, അംബാനി എന്നെ പോലെയാ, നല്ല മനുഷ്യനാ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മുകേഷ് അംബാനി എനിക്ക് പൈസ തന്ന് സബ്സിഡി 10 ലക്ഷം രൂപ. മുകേഷ് അംബാനി സബ്സിഡി എനിക്ക് 10 ലക്ഷം രൂപ തന്നത്. മുകേഷ് അംബാനി എന്നോട് പറഞ്ഞു, നിനക്ക് കാർ സെയിൽ ചെയ്യാൻ വേണ്ടിക്കല്ല തന്നത്, പകരം നിനക്ക് കാർ ഉണ്ടാക്കാൻ വേണ്ടിക്കുള്ള ഒരു മെഷീനറി വാങ്ങാൻ വേണ്ടിക്കാണ് മുകേഷ് അംബാനി 10 ലക്ഷം രൂപ തന്നത് എന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ എന്നുള്ളത് വാങ്ങുന്നത് 40 ലക്ഷം രൂപയാക്കി കുറക്കുവോ? ഒരിക്കലുമില്ല. കാരണം മുകേഷ് അംബാനി എനിക്ക് ഇപ്പൊ ഇവിടെ പൈസ തന്നത് കാർ സെയിലായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? അല്ല, ഈ കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനറി വാങ്ങാൻ വേണ്ടിക്കാണ്. ആ പൈസ എനിക്ക് കിട്ടി, ഞാൻ അവിടെ ഓൾറെഡി ചെലവാക്കി കഴിഞ്ഞു. ഞാൻ അവിടെ ഓൾറെഡി ചെലവാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്ക്, ഈ 10 ലക്ഷം രൂപ കാരണം എന്റെ 50 ലക്ഷം രൂപയുടെ കാർ 40 ലക്ഷമായിട്ട് കുറയോ? ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തല്ല, പ്രൈസ് ഈസ് നോട്ട് ലിങ്ക്ഡ് ടു സബ്സിഡി നോട്ട് ലിങ്ക്ഡ് ടു പ്രൈസ് ആണ്. സബ്സിഡി നോട്ട് ലിങ്ക്ഡ് ടു പ്രൈസ് ആണെങ്കിൽ 50 ലക്ഷം എന്നുള്ളത് കുറഞ്ഞിട്ടുണ്ടാവോ? കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ കസ്റ്റമർക്ക് വിൽക്കുന്നത് എത്ര രൂപക്ക് തന്നെയായിരിക്കും? 50 ലക്ഷം രൂപക്ക് തന്നെയായിരിക്കും. കസ്റ്റമറുടെ നിന്ന് കിട്ടുന്നത് എത്രയായിരിക്കും? 50 ലക്ഷം തന്നെയായിരിക്കും. എന്റെ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയായിരിക്കും? 50 ലക്ഷം തന്നെയായിരിക്കും. അപ്പോ ഈ സബ്സിഡി എമൗണ്ട് നമ്മൾ ഈ കാർ സെയിലായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ പ്രൈസ് സബ്സിഡി നോട്ട് ലിങ്ക്ഡ് ടു പ്രൈസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? 50 ലക്ഷം എന്നുള്ള വാല്യൂ 40 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവില്ല. കുറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇത് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി ഒരു കൊല്ലത്തേക്ക് എനിക്ക് മുകേഷ് അംബാനി സബ്സിഡി തന്ന്, ഒരു കൊല്ലം കഴിഞ്ഞപ്പോ മുകേഷ് അംബാനി പറഞ്ഞു, എടാ എന്റെ കയ്യിലുള്ള പൈസ ഒക്കെ കഴിഞ്ഞു, ഇനി നിനക്ക് സബ്സിഡി തരാൻ വേണ്ടി പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റ് എന്റെ അടുത്ത് പറഞ്ഞു, മുഫീദെ നീ വിഷമിക്കണ്ട, ഇനി നിന്റെ കാറിന് 10 ലക്ഷം രൂപയുടെ സബ്സിഡി ഞങ്ങൾ തരും എന്ന് പറയും. ഞാൻ വീണ്ടും ഹാപ്പി. അപ്പൊ നോക്ക്, 50 ലക്ഷം രൂപക്ക് വിൽക്കുന്ന കാർ ഗവൺമെന്റ് എന്ന് പറയും, നീ വിൽക്കുന്ന ഓരോ കാറും നിനക്ക് 10 ലക്ഷം രൂപ തരും, നീ എന്താക്കിക്കോ, അതിന്റെ പ്രൈസ് കുറച്ചോ, നീ ചൂടപ്പം പോലെ ചൂടപ്പം പോലെ എന്തായിക്കോ കാർ വിറ്റ് തീർത്തോന്ന് പറയും. അപ്പൊ ഞാൻ എന്താക്കി, 50 ലക്ഷം രൂപ എന്നുള്ളത് 40 ലക്ഷം രൂപയാക്കി. കസ്റ്റമർക്ക് എന്താക്കി, 40 ലക്ഷം രൂപക്ക് സെയിൽ ചെയ്ത്. കസ്റ്റമർ എനിക്ക് എത്ര തന്നു? 40 ലക്ഷം രൂപ തന്നു. എന്റെ ട്രാൻസാക്ഷൻ വാല്യൂ ഇപ്പൊ എത്ര ഉള്ളത്? 40 ലക്ഷം ആണല്ലോ ഉള്ളത്. ഇതിന്റെ കൂടെ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സബ്സിഡി കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നാണ്? ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് സബ്സിഡി കിട്ടിയത്. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ അതെന്തല്ല, കൺസിഡറേഷന്റെ ഡെഫിനിഷനിൽ വരൂല. സബ്സിഡി റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് കൺസിഡറേഷന്റെ ഡെഫിനിഷനിൽ വരൂല. അപ്പൊ ഈ 10 ലക്ഷത്തിന്റെ മുകളിൽ ഞാൻ ടാക്സ് അടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ലക്ഷം ഈ 40 ലക്ഷത്തിന് കൂടെ ഞാൻ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പം എപ്പോഴേ നമ്മൾ ആഡ് ചെയ്യണ്ടോ സബ്സിഡി വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ്. 50 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം ആയിട്ടുണ്ട്. ഈ 40 ലക്ഷമായിട്ട് കുറയാനുള്ള കാരണം സബ്സിഡി റിസീവ്ഡ് ഫ്രം അതർ ദാൻ ഗവൺമെന്റ് ആണ്. മുകേഷ് അംബാനിന്റെ പൈസയാണ്. മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് നോക്കണം? സബ്സിഡി വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണോ നോക്കണം, ആൻഡ് ഈ സബ്സിഡി കിട്ടിയത് അതർ ദാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണോ നോക്കണം. മനസ്സിലായോ?
ക്ലിയർ ആയോ? സബ്സിഡി പക്ക ഓക്കെ ആയിട്ടുണ്ടോ? പക്ക 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 ഓക്കെ. ഈ പക്ക ഓക്കെ ആയതിനാൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കൺഫ്യൂഷനിലേക്ക് ആക്കി തരട്ടെ? എക്സാമിന് നിങ്ങൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഇപ്പോൾ തരട്ടെ? തരൂ. റെഡിയാണ് സാർ. ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കൂ. ഞങ്ങൾ റെഡിയാണ്. ഇവിടെ ശ്രദ്ധിക്കൂ. നീ ഞാൻ നടന്നു പോണ്ട, ഓടിപ്പോണ്ട, അവിടെ തന്നെ നിന്നോ. നോക്കേ, നമ്മൾ പറഞ്ഞു സബ്സിഡി വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണെങ്കിൽ 50 ലക്ഷം എന്നുള്ളത് 40 ലക്ഷമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഈ സബ്സിഡി കിട്ടിയത് അംബാനിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും. അല്ല, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ ഇത് ആഡ് ചെയ്യൂല. കാരണം സബ്സിഡി റിസീവ് ചെയ്തത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറയാണ് ഇപ്പൊ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന സാധനം റയർ ആയിട്ട് ടെസ്റ്റ് ചെയ്യാറുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ ജനറലി അതൊരു പ്രാക്ടിക്കൽ നോക്കുമ്പോൾ അങ്ങനെ വരേണ്ട സംഭവമല്ല. ഓക്കെ, ബട്ട് സ്റ്റിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ഏതോ ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമിനല്ല, ഏതൊരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ പിള്ളേർ എപ്പോഴും എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നോക്കി, 50 ലക്ഷം രൂപയുടെ കാർ എനിക്ക് സബ്സിഡി കിട്ടി 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 50 ലക്ഷം എന്നുള്ളത് എത്രയും മാറിയിട്ടുണ്ടാവും? 40 ആയില്ലേ? ഞാൻ കസ്റ്റമർക്ക് വിൽക്കുന്നത് 40 ലക്ഷം രൂപക്കല്ലേ? എന്റെ ട്രാൻസാക്ഷൻ വാല്യൂ 40 ലക്ഷം രൂപയാണല്ലോ. പക്ഷെ ഈ സബ്സിഡി കിട്ടുന്നത് ഗവൺമെന്റ് കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ ഇത് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ്, പക്കയാണ്. അടുത്ത് ശ്രദ്ധിക്കും, 50 ലക്ഷം രൂപയുടെ കാർ സബ്സിഡി കിട്ടി, വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണ്. വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണെങ്കിൽ 50 ലക്ഷം എന്നുള്ളത് ശരിക്കും 40 ലക്ഷം ആവണ്ടേ? 50 ലക്ഷം എന്നുള്ളത് ശരിക്കും 40 ലക്ഷം ആവണ്ടേ? പക്ഷെ നിങ്ങളടുത്ത് ക്വസ്റ്റ്യനിൽ പറയാണ്, ക്വസ്റ്റ്യനിൽ 50 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കും. 50 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം ആക്കിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സിഡി എന്താക്കിയിട്ടില്ല, ഈ പ്രൈസിലേക്ക് കൺസിഡർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ 50 ലക്ഷം എന്നുള്ള 40 ലക്ഷം ആവണ്ടേ? 50 ലക്ഷം എന്നുള്ള 40 ലക്ഷം ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താക്കണം? 50 ലക്ഷം എന്നുള്ള ആദ്യം 40 ലക്ഷം ആക്കണം. കാരണം നമ്മളിത് കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ നമുക്ക് കസ്റ്റമർക്ക് 40 ലക്ഷം കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ ശരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ അവിടെ അത്രേ ഉള്ളൂ, 40 ലക്ഷമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ട്രാൻസാക്ഷൻ വാല്യൂവിനെ എവിടത്തേക്ക് എത്തിക്കണം? 40 ലക്ഷത്തിലേക്ക് എത്തിക്കണം. മനസ്സിലായോ? ഇത് ശരിക്കും പറഞ്ഞാല് ജനറൽ ഞാനിപ്പം ICAയുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയ സമയത്തൊന്നും ഇങ്ങനെ വന്നിട്ടുണ്ടായിട്ടില്ല. നമ്മള് ജനറലി നോക്കുന്നത് പറഞ്ഞാല് സബ്സിഡി വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എമൗണ്ട് സാധാരണ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഇനി നമ്മൾ നോക്കിയത് കിട്ടുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ, അല്ല, കിട്ടുന്നത് അതർ ദാൻ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയാണ്, ഒന്നും കൂടി ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറയാണ് കാർ 50 ലക്ഷം രൂപക്കാണ് വിൽക്കേണ്ടത് നോർമലി. സബ്സിഡി വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണ് എങ്കിൽ ഈ എമൗണ്ട് കുറയേണ്ടതാണ്. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 50 ലക്ഷം തന്നെയാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു സബ്സിഡി വിച്ച് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണെങ്കിലും എമൗണ്ട് 50 ലക്ഷം എന്നുള്ള 40 ലക്ഷം ആയിട്ടില്ല. ശരിക്കും 40 ലക്ഷം ആവേണ്ടതാണ്, പക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 40 ലക്ഷം ആക്കി തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ശരിക്കും ഇത് ലിങ്ക്ഡ് ടു പ്രൈസ് ആണെങ്കിൽ 40 ലക്ഷം ആയില്ലേ? കസ്റ്റമറുടെ കയ്യിൽ 40 ലക്ഷം കിട്ടുന്നുള്ളൂ, പക്ഷെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എത്രയുള്ളത്? 50 ലക്ഷം ഉള്ളത്. അപ്പൊ നമ്മൾ എന്താക്കണം? ഈ ട്രാൻസാക്ഷൻ വാല്യൂവിനെ എവിടത്തേക്ക് എത്തിക്കണം? 40 ലക്ഷത്തിലേക്ക് എത്തിക്കണം. കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിലേക്ക് എത്തിക്കണം. അപ്പൊ നമ്മൾ എന്താക്കേണ്ടി വരും? 50 ലക്ഷം എന്നുള്ളത് കുറച്ചിട്ട് 40 ലക്ഷത്തിലേക്ക് ആക്കേണ്ടി വരും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, നിങ്ങളടുത്ത് ക്വസ്റ്റ്യനിൽ പറയാണ് if subsidy are if subsidy which are linked to price എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൈസ് കുറച്ചിട്ടുണ്ടെന്നായിരിക്കും. ക്വസ്റ്റ്യനിൽ പറഞ്ഞു സബ്സിഡീസ് ആർ ലിങ്ക്ഡ് ടു പ്രൈസ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റിൽ മെഷീനറി ഇപ്പൊ കാറിന്റെ എമൗണ്ട് തന്നത് 50 ലക്ഷമാണ്. എന്നിട്ട് അതിൽ പറയും ദിസ് പ്രൈസ് ഈസ് നോട്ട് ആഫ്റ്റർ കൺസിഡറിങ് സബ്സിഡി എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് എന്താക്കിയിട്ടില്ല, സബ്സിഡി കൺസിഡർ ചെയ്യാത്ത എമൗണ്ട് ആണ്. അതായത് 50 ലക്ഷം എന്നുള്ളത് 40 ലക്ഷം ആക്കാത്ത എമൗണ്ട് ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം? ഈ 50 ലക്ഷത്തിനെ 40 ലക്ഷം ആക്കിയിട്ട് മാറ്റണം. ദെൻ നമ്മൾ നോക്കണം ഇത് ഗവൺമെന്റ് സബ്സിഡി ആണോ, അല്ല അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി ആണോ. അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി നമ്മൾ ആഡ് ചെയ്യണം. ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല.
മനസ്സിലായോ? ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഏതൊരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് മാത്രം. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വിച്ചാർ ലിങ്ക് ടു പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കുറച്ച പൈസ ആണ് നോർമൽ ഐ സി നമുക്ക് തരാറുള്ളത്. അല്ലാതെ നമ്മുടെ അടുത്ത് കുറക്കാൻ വേണ്ടി പറയാറില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്കിനി വാല്യൂ സപ്ലൈയുടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടി വേർഡീസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ ആണോ? പക്ക മനസ്സിലായത്? കുറച്ച് അതെ അതെ, നോട്ട് കൺസിഡർ എന്ന് പറഞ്ഞാൽ അതായത് ഈ സബ്സിഡി എമൗണ്ട് ഇതിൽ കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കണം, ഈ സാധനത്തിന് ആദ്യം കുറച്ച് കാണിക്കണം. ആദ്യം കുറയ്ക്കുക, പിന്നെ നോർമൽ ചെയ്യുന്നത്, പിന്നെ നോർമൽ ചെയ്യുന്നത്. കറക്റ്റ്. പിന്നെ നോർമൽ ചെയ്യുന്നത് എന്താണ്? ഗവൺമെന്റ് അല്ലാത്ത സബ്സിഡി ആണ്. അംബാനിന്റെ സബ്സിഡി ആണെങ്കിൽ ആഡ് ചെയ്യണം. ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഗവൺമെന്റ് ഇഗ്നോർ. പക്ക ഗവൺമെന്റ് ഇഗ്നോർ. ഒറ്റ അടിയേ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ തരുക ലിങ്ക്ഡ് ടു പ്രൈസ് എന്ന് വരും. സബ്സിഡിന്റെ പ്രൊവിഷൻ തരൂലേ? സബ്സിഡിന്റെ പോയിന്റ് വരുമ്പോൾ പറയും സബ്സിഡി റിസീവ്ഡ് 50,000 വിച്ച് ഈസ് ലിങ്ക്ഡ് ടു പ്രൈസ്. വിച്ച് ഈസ് ലിങ്ക്ഡ് ടു പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ പ്രൈസ് ഇതിൽ, ഈ സബ്സിഡി ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തതായിരിക്കും. സബ്സിഡി കാരണം പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നത് സബ്സിഡി റിസീവ്ഡ് റുപ്പീസ് 1 lakh. റുപ്പീസ് 1 lakh. റുപ്പീസ് 1 lakh എന്ന് പറയും. എന്നിട്ട് പറയും പ്രൈസ് ഓഫ് ദ കാർ ഈസ്, പ്രൈസ് ഓഫ് ദി കാർ ഈസ് ആഫ്റ്റർ കൺസിഡറിങ് സബ്സിഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് ഓഫ് ദ കാർ 50 ലക്ഷത്തിനുള്ളതിന്റെ വാല്യൂ എന്താക്കിയിട്ടുണ്ട്? സബ്സിഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ലക്ഷം എത്ര ആക്കി മാറ്റിയിട്ടുണ്ടാവും? 40 ലക്ഷം ആക്കി മാറ്റിയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ പ്രൈസ്, ഈ സബ്സിഡി ലിങ്ക്ഡ് ടു പ്രൈസ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്താക്കണം? 50 ലക്ഷം 40 ലക്ഷം ആയിട്ടുള്ള കുറഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. അതിലേക്ക് നമ്മൾ എന്താക്കണം? അംബാനിന്റെ സബ്സിഡി ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ നമ്മൾ ഇഗ്നോർ ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി ഇത്രയാണ് സെക്ഷൻ 15(2) പ്രകാരം നമ്മൾ അഡീഷണലി ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം. വെറും സബ്സിഡി വരും. ഗവൺമെന്റ് ആയിട്ടാണോ നോൺ ഗവൺമെന്റ് ആയിട്ടാണോ അങ്ങനെ തന്നെ എടുക്കേണ്ടത്? വെറും സബ്സിഡി വരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ വെറും സബ്സിഡി അതായത് ഒന്ന് ഗവൺമെന്റ് സബ്സിഡി അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് സബ്സിഡി ഉണ്ടാവുക. ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ ഇഗ്നോർ ചെയ്യുക. നോൺ ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനാണ് ഈ ഉദ്ദേശിച്ചത്. അതായത് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം എന്നാണോ? ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വിച്ച് ഈസ് ലിങ്ക്ഡ് ടു പ്രൈസ്, അതായത് വിച്ച് ഈസ് അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി ആണെന്ന് എടുക്കും. അങ്ങനെ ഒരിക്കലും പറയാണ്ട് നിൽക്കില്ല. അങ്ങനെ അടുത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും പറയാറുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ആണ് നോൺ ഗവൺമെന്റ് ആണെന്നുള്ളത് അതിന്റെ ഇമ്പോർട്ടന്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതെന്തായാലും പറയും. അതിന്റെ ബേസിസിലാണല്ലോ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 15(2) പ്രകാരം 5 കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തു. ഫസ്റ്റ് എന്നാ എനി ഡ്യൂട്ടി ടാക്സ് പേ ചെയ്യുക. രണ്ടാമത്തെ ബിഹാഫ് ഓഫ് പേയ്മെന്റ് ചെയ്യുക. മൂന്നാമത്തെ ഇൻസിഡന്റൽ എക്സ്പെൻസ് ആഡ് ചെയ്യുക. 4 ഡിലേഡ് പേയ്മെന്റ്. ഡിലേഡ് പേയ്മെന്റ് നമ്മൾ എന്ത് നോക്കണം? ഇൻക്ലൂസീവ് ഓഫ് GST ആക്കി എടുക്കണം. അഞ്ചാമത്തത് സബ്സിഡി. ലിങ്ക്ഡ് ടു പ്രൈസ് ആയിരിക്കണം. അതർ ദാൻ ഗവൺമെന്റ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് സെക്ഷൻ 15(3) പ്രകാരം ഡിസ്കൗണ്ട്. ഇനി അടുത്തത് 15(3) പ്രകാരം ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. 15(3) പ്രകാരം ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. ഈ ഡിസ്കൗണ്ട് 2 രീതിയിലുണ്ടാവും. ഒന്ന് ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ഓർ ഡ്യൂറിങ് സപ്ലൈ. രണ്ടാമത്തത് ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ സപ്ലൈ. ഓക്കെ, അപ്പം ഞാൻ ഈ കാൽക്കുലേറ്റർ ചൈത്രക്ക് സെയിൽ ചെയ്യാണ്. ഞാൻ കാൽക്കുലേറ്റർ ചൈത്രക്ക് സെയിൽ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ചൈത്ര ഈ കാൽക്കുലേറ്ററിന്റെ വില 500 രൂപയാണ്. ഇനി എന്തായിക്കോ ഒരു 100 രൂപ ഡിസ്കൗണ്ട് എടുത്തോ. എന്നിട്ട് എനിക്ക് എന്ത് തന്നാൽ മതി? 400 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 രൂപ എന്താക്കണം? നമ്മൾ ഈ കാൽക്കുലേറ്ററിന്റെ പ്രൈസിൽ നിന്ന് 100 രൂപ എന്താക്കണം? നമ്മൾ മൈനസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? അപ്പൊ അവിടെ
ഈ കേസിൽ ഈ 100 രൂപ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ഓർ ഡ്യൂറിങ് സപ്ലൈ ആണെങ്കിൽ ഈ ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. അതിനുള്ള കണ്ടീഷൻ സച്ച് ഡിസ്കൗണ്ട് ആർ ഡ്യൂലി റെക്കഗ്നൈസ്ഡ് ഇൻ ഇൻവോയ്സ്. സച്ച് ഡിസ്കൗണ്ട് ആർ ഡ്യൂലി റെക്കഗ്നൈസ്ഡ് ഇൻവോയ്സ്. ഇൻവോയ്സിൽ എന്താക്കിയിരിക്കണം? ഈ ഡിസ്കൗണ്ട് കാണിച്ചിരിക്കണം. ഓക്കെ. എന്നിട്ട് രണ്ടാമത്തത് ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏപ്രിൽ മാസത്തിൽ എന്താക്കി? ഒരു കാൽക്കുലേറ്റർ ചൈത്രക്ക് സെയിൽ ചെയ്തു. ഓക്കെ. ഏപ്രിൽ മാസത്തിൽ ഞാൻ ചൈത്രക്ക് ഒരു കാൽക്കുലേറ്റർ സെയിൽ ചെയ്ത്. ചൈത്ര ചോദിച്ചു, മുഫീദെ എന്തെങ്കിലും ഡിസ്കൗണ്ട് തരുമോ? ഞാൻ ചൈത്രന്റെ അടുത്ത് വരും, ഇപ്പൊ നിനക്ക് ഡിസ്കൗണ്ട് ഇല്ല. ഈ മെയ് മാസത്തിൽ എന്റെ അടുത്ത് വന്നിട്ട് രണ്ടാമത്തെ ഒരു കാൽക്കുലേറ്റർ വാങ്ങുകയാണെങ്കിൽ, ഫസ്റ്റ് വാങ്ങിയ കാൽക്കുലേറ്റർ എന്താക്കും? ഞാൻ നിനക്ക് 100 രൂപ ഡിസ്കൗണ്ട് തരുന്നു വരും. ഇപ്പൊ നിനക്ക് ഡിസ്കൗണ്ട് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ആഫ്റ്റർ സപ്ലൈ ആണ്. എന്താ പറയുന്നത്? അടുത്ത മാസം നീ എന്റെ അടുത്ത് വന്നിട്ട് വേറൊരു കാൽക്കുലേറ്റർ വാങ്ങുകയാണെങ്കിൽ ആ കാൽക്കുലേറ്റർ ഞാൻ നിനക്ക് ഡിസ്കൗണ്ട് തരും. നീ ഇപ്പൊ വാങ്ങുന്ന കാൽക്കുലേറ്റർ ഞാൻ നിനക്ക് ആ സമയത്ത് ഡിസ്കൗണ്ട് തരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്കൗണ്ട് ഗിവൺ എപ്പോഴാ? ആഫ്റ്റർ സപ്ലൈ ആണ്. ആഫ്റ്റർ സപ്ലൈ ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, സച്ച് ഡിസ്കൗണ്ട് ആർ അറൈസ്ഡ് ഔട്ട് ഓഫ് അഗ്രിമെന്റ് വിച്ച് ആർ എൻറ്റേർഡ് ബിഫോർ സപ്ലൈ. അതായത് ഈ കാൽക്കുലേറ്റർ ഏപ്രിൽ മാസത്തിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്തുണ്ട്? ഞാനും ചൈത്രൻ തമ്മിൽ അഗ്രിമെന്റ് ഉണ്ട്. അടുത്ത മാസം ഈ ഒരു കാൽക്കുലേറ്റർ വാങ്ങുകയാണെങ്കിൽ ഈ ഇപ്പൊ വാങ്ങിയ കാൽക്കുലേറ്റർ നമ്മൾ ഞാൻ നിനക്ക് ഡിസ്കൗണ്ട് തരുന്നു. രണ്ടാമത്, ITC attributable to such discount ആർ റിവേഴ്സ്ഡ് ബൈ റെസിപ്പിയന്റ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ കാൽക്കുലേറ്റർ ഞാൻ 500 രൂപക്ക് ചൈത്രക്ക് വിറ്റേന്ന് വിചാരിക്കും. 500 രൂപക്ക് ഞാൻ ചൈത്രക്ക് വിറ്റാൽ 500ന്റെ 18% എത്ര എമൗണ്ട് വരും? 90 രൂപ ചൈത്രന്റെ ഇൻപുട്ട് ടാക്സ് ആണല്ലോ. ചൈത്രം എന്താക്കിയിട്ടുണ്ടാവും? ഈ 90 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. ഞാൻ 90 രൂപ ഗവൺമെന്റിന് ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനി ഇതിന്റെ മുകളിൽ ഞാൻ 100 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപന്റെ മുകളിൽ 18%, 18 രൂപ എന്താക്കും? ഞാൻ എന്റെ ഔട്ട്പുട്ട് ടാക്സ് അടുത്ത മാസം കുറച്ച് കാണിക്കൂലേ? ഇപ്പൊ ഞാൻ ഔട്ട്പുട്ട് ടാക്സ് കുറച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ ചൈത്ര ഓൾറെഡി 90 രൂപ എന്താക്കിയിട്ടുണ്ട്? ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. ചൈത്ര എന്താക്കണം? അതിൽ നിന്നും 18 രൂപയുടെ ഇൻപുട്ട് എന്താക്കണം? റിവൈസ് ചെയ്യണം. 18 രൂപയുടെ ഇൻപുട്ട് റിവൈസ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഔട്ട് ഓഫ് അഗ്രിമെന്റ് വിച്ച് ആർ എൻറ്റേർഡ് ഓൺ ഓർ ബിഫോർ ഓർ ഡ്യൂറിങ് സപ്ലൈ. അറൈസ്ഡ്, സച്ച് ഡിസ്കൗണ്ട് ആർ അറൈസ്ഡ് ഔട്ട് ഓഫ് അഗ്രിമെന്റ് എൻറ്റേർഡ് ബിഫോർ ഓർ ഡ്യൂറിങ് സപ്ലൈ. ബിഫോർ ഓർ ഡ്യൂറിങ് സപ്ലൈ. രണ്ടാമത്തെ കണ്ടീഷൻ, ITC attributable to such discount amount, ITC attributable to such discount amount are reversed by recipient. Are reversed by recipient. ഒന്നുകൂടി പറയാനോ? ഫസ്റ്റത്തെ പോയിന്റ് ആണ്, സച്ച് ഡിസ്കൗണ്ട് ആർ അറൈസ്ഡ്, സച്ച് ഡിസ്കൗണ്ട് ആർ അറൈസ്ഡ് ഔട്ട് ഓഫ് അഗ്രിമെന്റ്, ഔട്ട് ഓഫ് അഗ്രിമെന്റ് entered before or during supply, before and during supply. And രണ്ടാമത്തെ കണ്ടീഷൻ, ITC attributable to such discount are reversed by recipient. Such discount are reversed by recipient. ITCയുടെ പോയിന്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ആക്കാൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ 500 രൂപയുടെ കാൽക്കുലേറ്റർ ചൈത്രക്ക് സെയിൽ ചെയ്താൽ ഇതിന്റെ മുകളിൽ 18% ഔട്ട്പുട്ട് ടാക്സിനാണ് എന്താക്കും? ഞാൻ ഗവൺമെന്റിന് കൊടുക്കും. ഇതെന്റെ സെയിൽസ് ആണല്ലോ, ഇതിന്റെ മുകളിൽ ഞാൻ ഔട്ട്പുട്ട് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കും. ഇതേ സാധനം ചൈത്രക്ക് എന്താണ്? ഇത് ചൈത്രന്റെ പർച്ചേസ് അല്ലേ? ചൈത്രന്റെ പർച്ചേസ് ആണെങ്കിൽ ചൈത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ ചൈത്രന്റെ കയ്യിൽ ഈ കാൽക്കുലേറ്റർ പർച്ചേസ് ചെയ്ത മുകളിൽ 90 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ടാവല്ലോ. അപ്പൊ ചൈത്ര എന്താക്കിയിട്ടുണ്ടാവും? ഈ 90 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുമ്പോൾ അതിന്റെ കണ്ടീഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഗവൺമെന്റിന് കൊടുക്കുന്ന പൈസ എന്റെ കയ്യിൽ നിന്നും ആ സാധനം പർച്ചേസ് ചെയ്ത ആൾക്ക് എന്താക്കാം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാം. അതായത് ചൈത്ര ഈ കാൽക്കുലേറ്റർ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് എത്ര രൂപ തരും? 500 രൂപ തരും. 90 രൂപ ടാക്സും തരൂലേ? ചൈത്ര എന്റെ കയ്യിൽ തന്ന 90 രൂപ ചൈത്ര ഉണ്ടാക്കും, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എടുക്കും. ഞാൻ ആ പൈസ ഗവൺമെന്റിന് അടച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതില് ഇതിന്റെ മുകളിൽ 100 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് വിചാരിക്കും. 100 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 100 × 18%, 18 രൂപ
അതായത് എന്റെ അടുത്ത സെയിൽസിന് ഞാൻ എന്താക്കും 100 രൂപ കുറച്ച് കാണിക്കൂലേ? 500 രൂപ കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ 100 രൂപ കുറച്ച് കാണിക്കൂലേ? അതുപോലെ 90 രൂപ ഔട്ട്പുട്ട് ടാക്സ് അടക്കേണ്ട സ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ 90 അടക്കേണ്ട ആവശ്യമില്ലല്ലോ. 400ന്റെ മുകളിൽ 18% 72 രൂപ അടക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ ഓൾറെഡി 90 രൂപ അടച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താക്കും, നെക്സ്റ്റ് ടാക്സ് അടക്കുമ്പോൾ 18 രൂപ ഞാൻ കുറച്ചിട്ട് അടക്കും. ക്ലിയർ ആണല്ലോ? 18 രൂപ കുറച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റില് 18 രൂപ കുറച്ച് അടച്ചു കഴിഞ്ഞാൽ നെറ്റ് എഫക്റ്റിൽ ഞാൻ ഗവൺമെന്റ് എത്ര രൂപയെ കൊടുക്കുന്നുള്ളൂ? 72 രൂപയെ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ചൈത്ര എത്ര രൂപ തന്നെ ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്? 90 ITC ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഞാൻ 72 ഗവൺമെന്റിന് കൊടുക്കുന്നുള്ളൂ എങ്കിൽ ചൈത്ര 72 ITC എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഗവൺമെന്റ് എന്ത് പറയും? ഈ 90ൽ നിന്ന് എന്താക്കണം? 18 രൂപ ചൈത്ര റിവേഴ്സ് ചെയ്തിട്ട് ക്ലെയിം ചെയ്ത ITC 72 രൂപയാക്കണം. അങ്ങനെ ചൈത്ര ITC റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്താക്കാൻ വേണ്ടി പാടുള്ളൂ? ഈ ഡിസ്കൗണ്ട് അമൗണ്ട് മൈനസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഡിസ്കൗണ്ട് അറൈസ്ഡ് ഔട്ട് ഓഫ് അഗ്രിമെന്റ് ended before or during supply, ITC attributed to such amount are reversed by recipient. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി ഈ സാധനം നമ്മൾ ഒരിക്കലും പ്രാക്ടിക്കലി കണക്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കരുത്. പ്രാക്ടിക്കലി കണക്ട് ആക്കിയാൽ നമുക്ക് ഇത് കൺഫ്യൂഷൻ വരും. കാരണം സാധാരണ സെയിൽ ചെയ്യുന്നത് ഞാൻ ഏപ്രിൽ മാസത്തിലായിരിക്കും. ഏപ്രിൽ മാസത്തിൽ സെയിൽ ചെയ്താൽ അതിന്റെ ടാക്സും റിട്ടേൺ കാര്യങ്ങളും ടെല്ല് ഞാൻ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് മന്തിലായിരിക്കും എന്ത് ഉണ്ടാവുക? ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഈ സാധനം ഈ ഒറിജിനൽ സെയിൽ ചെയ്തതിന്റെ അതിന്റെ മുകളിൽ ആ ടൈം നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മൾ ക്രെഡിറ്റ് നോട്ടൊക്കെ ഇഷ്യൂ ചെയ്തിട്ടാണ് ഇത് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇത് ഒരിക്കലും എന്താക്കണ്ട, നിങ്ങൾ പ്രാക്ടിക്കൽ ഇപ്പൊ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുക, എക്സാമിന് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നോക്കുക, ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ആണോ ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ ആണോ? ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എന്ത് നോക്കണം? ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് ഈ ഡിസ്കൗണ്ട് എമൗണ്ട് ഇൻവോയ്സിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ നോക്കുമ്പോൾ ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ അല്ല, ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ സപ്ലൈ ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി തരും കേട്ടോ. ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ സപ്ലൈ ഒക്കെ ഡയറക്ട്ലി തരും. ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ സപ്ലൈ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് നോക്കണം? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഈ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണം. ഫസ്റ്റ് എന്നാ ഡിസ്കൗണ്ട് ഉണ്ടാവാൻ വേണ്ടി കാരണമായ അഗ്രിമെന്റ് ഡിസ്കൗണ്ട് ആർ അറൈസ്ഡ് ഔട്ട് ഓഫ് അഗ്രിമെന്റ് വിച്ച് ആർ എന്റേർഡ് ബിഫോർ ഓർ ഡ്യൂറിംഗ് സപ്ലൈ. ആ സപ്ലൈ നടക്കുന്നതിന് മുമ്പ് അഗ്രിമെന്റ് ഉണ്ടാവണം. ഈ അഗ്രിമെന്റ് പ്രകാരമാണ് ഇപ്പൊ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടേണ്ടത്. രണ്ടാമത്തത് ITC attributable to such discount amount are reversed by recipient ആയിരിക്കണം. റെസിപ്പിയന്റ് എന്താക്കണം? റിവേഴ്സ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി ഇങ്ങനെയുള്ള ഈ ITC എമൗണ്ട് 5 lakhന്റെ എബോവ് ആണെങ്കിൽ അത് CA അല്ലെങ്കിൽ CM എന്താക്കണം? സർട്ടിഫിക്കേഷൻ കൊടുക്കണം. ആക്ച്വലി ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് റെസിപ്പിയന്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്താക്കണം? സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ ഗൈസ്? മനസ്സിലായോ? ഈ ഡിസ്കൗണ്ട് ITC എമൗണ്ട് 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ CA കാരൻ സർട്ടിഫിക്കേഷൻ ചെയ്യണം. ഓക്കെ. ഇനി 2 പോയിന്റ് കൂടി, 3 പോയിന്റ് കൂടി. ഒന്ന്, ബൈ മോർ സേവ് മോർ. നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, നിങ്ങൾ ബൈ മോർ ചെയ്യുകയാണെങ്കിൽ സേവ് മോർ, നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് തരുന്നത്. ഓക്കെ. അപ്പൊ ഈ ഡിസ്കൗണ്ട്, എന്റെ ചോദ്യം, 2 ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, ഇതിൽ ഏതാണ്? അതെ, 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ CA സർട്ടിഫിക്കേഷൻ. ഡിസ്കൗണ്ട് എമൗണ്ട് അല്ല, ITC എമൗണ്ട്. ITC എമൗണ്ട് 5 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ CA സർട്ടിഫിക്കേഷൻ മാൻഡറ്ററി ആണ്. ഓക്കെ. അടുത്ത ശ്രദ്ധിക്കുക, ബൈ മോർ സേവ് മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് തരും. ഇത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണോ അതോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണോ? ഇത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട് ആണോ? ഈ ബൈ മോർ സേവ് മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക്, എന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരാൾ 2 കാൽക്കുലേറ്റർ വാങ്ങാൻ വേണ്ടി വന്നു. അയാളോട് ഞാൻ പറയാം, ഇപ്പം തന്നെ ഒരു കാൽക്കുലേറ്റർ കൂടി വാങ്ങും, ഞാൻ നിനക്ക് ഡിസ്കൗണ്ട് തരാമെന്ന് പറയും. അപ്പൊ ഇയാൾ 3ാമത്തെ കാൽക്കുലേറ്റർ കൂടി വാങ്ങും, ഞാൻ എന്താക്കും? ആ സമയത്ത് അയാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. ഇത് ഫസ്റ്റ് കാറ്റഗറി അല്ലേ? ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ അല്ലേ? ആ കേസിൽ നമ്മൾ എന്ത് കണ്ടീഷൻ നോക്കണം? ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടോ നോക്കണം. ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താക്കും? നമുക്ക് മൈനസ് ചെയ്യാം. മനസ്സിലായോ? ഇതെന്താണ്? ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡിസ്കൗണ്ട് ആണ്. ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? ഈ സാധനം മൈനസ് ചെയ്യാം. ക്ലിയർ ആണോ? ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം. ട്രേഡ് ഡിസ്കൗണ്ടിനാണ്. ഇനി അടുത്തത് വോളിയം ഡിസ്കൗണ്ട്. രണ്ടാമത്തത് വോളിയം ഡിസ്കൗണ്ട്. അതായത് ഞാനിപ്പോ പറയാണ്,
ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 10 കാൽക്കുലേറ്റർ വാങ്ങും. നീ 6 മാസത്തിനുള്ളിൽ 50 കാൽക്കുലേറ്റർ വാങ്ങുകയാണെങ്കിൽ ഈ 10 കാൽക്കുലേറ്ററിന് കൂടി ഞാൻ നിനക്ക് എന്താക്കും, ഡിസ്കൗണ്ട് തരും എന്ന് പറയും. ഇപ്പൊ ഈ എന്റെ കയ്യിൽ നിന്ന് 10 കാൽക്കുലേറ്റർ വാങ്ങി, 6 മാസത്തിനുള്ളിൽ ഈ എന്റെ കയ്യിൽ നിന്ന് ടോട്ടൽ 50 കാൽക്കുലേറ്റർ വാങ്ങിയാൽ എല്ലാ 50 കാൽക്കുലേറ്റർ ഞാൻ നിനക്ക് ഡിസ്കൗണ്ട് തരും. അതായത് ഈ 10 കാൽക്കുലേറ്റർ ഞാൻ നിനക്ക് ഡിസ്കൗണ്ട് തരും. ഇത് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് കാറ്റഗറി ഓഫ് ഡിസ്കൗണ്ട് ആണ്. സെക്കൻഡ് കാറ്റഗറി. കാരണം എന്താ, ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എപ്പോഴാ? ആഫ്റ്റർ ആണ്. 6 മാസത്തിനുള്ളിൽ 50ാമത്തെ കാൽക്കുലേറ്റർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ഡിസ്കൗണ്ട് കൊടുക്കുള്ളൂ. 6 മാസത്തിനുള്ളിൽ 40 കാൽക്കുലേറ്റർ വാങ്ങിയിട്ടുള്ളൂ, ഡിസ്കൗണ്ട് കൊടുക്കുവോ? ഇല്ല. 50ാമത്തെ കാൽക്കുലേറ്റർ എപ്പോ വാങ്ങുന്നു ആ സമയത്ത് മാത്രമേ ഡിസ്കൗണ്ട് കൊടുക്കുള്ളൂ. ക്ലിയർ? അപ്പൊ നമ്മൾക്ക് ഇത് ഈ ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ സപ്ലൈ ആണ്. ആഫ്റ്റർ സപ്ലൈ നമ്മൾ എന്ത് നോക്കണം? അഗ്രിമെന്റ് ഓൾറെഡി ഉണ്ടോ? അഗ്രിമെന്റ് ഓൾറെഡി ഇല്ലേ? ഫസ്റ്റത്തെ 10 സെയിൽ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടില്ലേ 6 മാസം കൊണ്ട് വാങ്ങുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നു. രണ്ടാമത് നോക്കണം, ITC റിവേഴ്സ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ എന്ത് മൈനസ് ചെയ്യാം? ആ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇപ്പൊ വോളിയം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡ് കാറ്റഗറി ഓഫ് ഡിസ്കൗണ്ട് ആണ്. അഗ്രിമെന്റ് ഓൾറെഡി ഉണ്ട്, ITC റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം? ആ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യാം. ആ ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി മൂന്നാമത്തത് പ്രൈസ് റിവൈസ് ചെയ്യാം. പ്രൈസ് റിവൈസ് ചെയ്യാം. മുഫീദ്, ഞാൻ എന്താക്കി? പുതിയതായിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കി. ഞാൻ പുതിയതായിട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ബിസ്ക്കറ്റ് ഞാൻ നിയ സൂപ്പർ മാർക്കറ്റിലേക്ക് കൊടുത്തു. അപ്പൊ നീ എന്റെ അടുത്ത് പറഞ്ഞു, എടാ മുഫീദേ, ഓൾറെഡി മാർക്കറ്റിൽ കുറെ ബിസിനസ് ഉണ്ട്, സോറി കുറെ ബിസ്ക്കറ്റ് ഉണ്ട്, എന്റെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ആണ്. അപ്പൊ ഞാൻ നീ എന്നോട് പറയും, ഈ സാധാരണ ബിസ്ക്കറ്റ് അല്ല, ഇത് കിടിലം ബിസ്ക്കറ്റ് ആണ്, ഈ ബിസ്ക്കറ്റ് എനിക്ക് കിടിലം പോലെ ഇത് വിറ്റ് തീർക്കാന്ന് പറയും. പിന്നെ ഞാൻ പറയും, ഓക്കെ, ഈ തൽക്കാലം അവിടെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവെക്കുമെന്ന് പറയും. അങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കി സൂപ്പർ മാർക്കറ്റിൽ വെച്ച് 6 മാസമായി. നീ എന്റെ അടുത്ത് ഫോൺ വിളിച്ചു, എടാ മുഫീദേ, എന്താ പറഞ്ഞത്, നിന്റെ ബിസ്ക്കറ്റ് കിടിലം ബിസ്ക്കറ്റ് ആണ്, ആൾക്കാർ പെട്ടെന്ന് വാങ്ങിപ്പോ. നീ എങ്ങനെ ബിസ്ക്കറ്റ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ അതേപോലെ തന്നെ അവിടെ ബിസ്ക്കറ്റ് ഉണ്ട്, തൽക്കാലം അത് നീ ഒന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്നു പറയും. അപ്പം ഈ ഡിസ്കൗണ്ട്, ഈ ബിസ്ക്കറ്റ് ഞാൻ 100 ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, നീക്ക് വിറ്റിട്ടുണ്ടാവും. 100 ബിസ്ക്കറ്റ് വിറ്റത് അറ്റ് 10 രൂപക്കാർക്കും വിറ്റിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ നീ എന്റെ അടുത്ത് ഒരു കാര്യം ചെയ്യും, ഈ സാധനം തിരിച്ച് ഞാൻ എടുത്തുകൊണ്ടത് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഒരു കാര്യം നമുക്ക് എന്താക്കാം, ഈ 10 എന്നുള്ളത് 9 ആക്കാം, പ്രൈസ് റിവേഴ്സ് ചെയ്യാം. ഇപ്പൊ പ്രൈസ് റിവേഴ്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 10 എന്നുള്ളത് 9 ആക്കി കഴിഞ്ഞാൽ 1 രൂപ ഞാൻ ആദ്യം നീക്ക് ഡിസ്കൗണ്ട് കൊടുത്തത് പോലെയല്ലേ? ഈ ഡിസ്കൗണ്ട് ഫസ്റ്റ് കാറ്റഗറി ആണോ സെക്കൻഡ് കാറ്റഗറി ആണോ? അല്ലെങ്കിൽ ഇത് ഏത് കാറ്റഗറി ആണ്? ഈ ഡിസ്കൗണ്ട് എനിക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ? ഈ ഡിസ്കൗണ്ട് എനിക്ക് മൈനസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇത് സെക്കൻഡ് കാറ്റഗറി ആണ്. ഓക്കെ, ഡിസ്കൗണ്ട് എനിക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നിയ ITC റിവേഴ്സ് ചെയ്ത് എന്ന് വിചാരിക്കും. നിയ ITC റിവേഴ്സ് ചെയ്ത് എന്നാ മൈനസ് ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റൂല? ഈ ഡിസ്കൗണ്ടിന് കാരണക്കാരനായ അഗ്രിമെന്റ് സപ്ലൈക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ക്ലിയർ ആണല്ലോ? കറക്റ്റ് കറക്റ്റ് കറക്റ്റ്, യെസ് യെസ് യെസ്. അപ്പൊ അതുകൊണ്ട് ഈ ഡിസ്കൗണ്ട് എന്താക്കാൻ വേണ്ടി പറ്റില്ല, നമുക്ക് ഒരിക്കലും മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഈ ഡിസ്കൗണ്ട് എന്താക്കാൻ വേണ്ടി പറ്റൂല, നമുക്ക് ഒരിക്കലും മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. കറക്റ്റ് ആണോ? ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആണോ? ഇത്രയാണ് വാല്യൂ ഓഫ് സപ്ലൈ നമുക്ക് പഠിക്കാനുള്ളത്. വെരി സിമ്പിൾ ചാപ്റ്റർ അല്ലേ? പക്ക ഓക്കെ അല്ലേ? ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി നിങ്ങൾക്ക് പഠിപ്പിക്കാം, ഡെൽക്രേഡ് ഏജന്റ്. ഡെൽക്രേഡ് ഏജന്റ് അല്ലെങ്കിൽ DCA. ഓക്കെ, എന്താണ് ഡെൽക്രേഡ് ഏജന്റ്? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം എന്താന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ ആദ്യം ശ്രദ്ധിക്കുകയും, നിയ പ്രിൻസിപ്പിൾ, സാനിയ ഏജന്റ്, മിന്ന കസ്റ്റമർ. അപ്പൊ നീ എന്താക്കും, ഒരു 100 രൂപയുടെ സാധനം സാനിയക്ക് കൊടുക്കും. സാനിയ എന്താക്കും, ഈ പ്രൊഡക്റ്റ് മിന്നക്ക് സെയിൽ ചെയ്യും. മിന്ന എന്താക്കും, തിരിച്ച് 100 രൂപ സാനിയക്ക് കൊടുക്കും. സാനിയ എന്താക്കും, ഈ 100 രൂപ നീയക്ക് കൊടുക്കും. ഇതാണ് പ്രിൻസിപ്പൽ ഏജന്റ് ട്രാൻസാക്ഷൻ നടക്കുക. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾ നോക്കുക, സാനിയയുടെ പേരിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സാനിയ ആരാണ്? സാനിയ ഏജന്റ് ആണ്.
സാനിയയുടെ പേരിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സാനിയ ഏജന്റ് ആണ്. സാനിയ ഏജന്റ് ആണെങ്കിൽ, സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ, സാനിയ കൊടുക്കുന്ന ഈ പ്രൊഡക്റ്റ് ആരുടെ സെയിലാണ്? സാനിയയുടെ സെയിലാണല്ലോ, സാനിയയുടെ സപ്ലൈ ആണല്ലോ. അതിന് നമ്മൾ ആര് ടാക്സ് എടുക്കണം? സാനിയ ടാക്സ് എടുക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ്, സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ മിന്ന സാനിയന്റെ അടുത്തേക്ക് സാധനം വാങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സാനിയ നേരെ ആദ്യ ഫോൺ വിളിക്കും, മുതലാളി, മുതലാളി, ഒരു കസ്റ്റമർ സാധനം വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്, ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാറില്ലല്ലോ, മുതലാളി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാന്ന് പറയും. അപ്പൊ നീ എന്താക്കും? നേരെ ഇൻവോയ്സ് ആര് കൊടുക്കും? സാനിയെ കൊടുക്കും. ഈ ഇൻവോയ്സ് സാനിയ ആര് കൊടുക്കും? മിന്നെ കൊടുക്കും. ഇവിടെ ഇത് ആരുടെ സപ്ലൈയാ? നിയയുടെ സപ്ലൈ ആണ്. സാനിയയുടെ സപ്ലൈ ഒരിക്കലും ആവില്ല. കാരണം സാനിയ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല. മനസ്സിലായല്ലോ? അപ്പം സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സാനിയ ഏജന്റ് ആണ്. ദെൻ സാനിയ കസ്റ്റമർക്ക് കൊടുക്കുന്നത് സാനിയയുടെ സപ്ലൈ ആണ്. സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ അത് സാനിയ ഏജന്റ് അല്ല. ദെൻ സാനിയ മിന്നക്ക് സെയിൽ ചെയ്യുന്നത് സാനിയയുടെ സപ്ലൈ അല്ല, ഡയറക്ട്ലി പ്രിൻസിപ്പളിന്റെ സപ്ലൈ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ നിൽക്കുന്നതിന്റെ മുകളിൽ നീ എന്താക്കും? ഒരു കമ്മീഷൻ സാനിയക്ക് കൊടുക്കും. ഈ കമ്മീഷൻ കൊടുക്കണമെങ്കിൽ സാനിയ എന്താക്കണം? നീക്ക് ആ കമ്മീഷന്റെ ഇൻവോയ്സ് കൊടുക്കണം. അപ്പൊ ഇവിടെ സാനിയനെ സംബന്ധിച്ചിടത്തോളം സാനിയ ഏജന്റ് ആണ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സാനിയക്ക് 2 ഇൻകം ഉണ്ടാവുക. എന്തൊക്കെ ഇൻകം ഉണ്ടാവും? സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ സാനിയക്ക് 2 ഇൻകം ഉണ്ടാവും. ഒന്നെന്നാ സെയിൽ ഉണ്ടാവും, രണ്ടാമത്തത് കമ്മീഷൻ ഉണ്ടാവും. സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ലെങ്കിൽ സെയില് സാനിയയുടെ ഇൻകം അല്ല, സാനിയക്ക് ആകെ എന്ത് ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ? കമ്മീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏജന്റ് കമ്മീഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഇവിടെ ശ്രദ്ധിക്ക്, നമ്മൾ നേരത്തെ 15(2) പഠിച്ചു. നമ്മളൊരു സാധനം സെയിൽ ചെയ്ത് ഒരു സപ്ലൈ ഉണ്ടായി, അതിന്റെ മുകളിൽ പേയ്മെന്റ് കിട്ടാൻ ലേറ്റ് ആയതിന് മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്താക്കും? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. സപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ ഡിലേഡ് പേയ്മെന്റ് മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് നമ്മൾ എന്താക്കണം? 15(2)D പ്രകാരം നമ്മൾ ആഡ് ചെയ്യണമെന്ന് പഠിച്ചു. ഓക്കെ. എക്സംഷന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, ഒരാൾ ലോൺ കൊടുത്തിട്ട് അതിന് മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണെന്ന് പഠിച്ചു. ഒരാൾ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് എക്സംപ്റ്റഡ് ആണെന്ന് പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇതെല്ലാം കൂടി നമ്മൾ നെക്സ്റ്റ് കണക്ട് ആക്കാൻ വേണ്ടി പോവാണ്. ഇത്രയും കാര്യങ്ങൾക്ക് ഓക്കെ ആണോ? ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് കണക്ട് ആക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ. അടുത്തത് ആരാണ് DCA? DCA എന്ന് പറയുന്നത് സെയിം സംഭവം തന്നെ. ആരായിരുന്നു നമ്മളെ പ്രിൻസിപ്പൾ? നിയ. സാനിയ, മിന്ന. ഓക്കെ. ഇവിടെ നിയന്റെ ഒരു സാധനം സാനിയക്ക് കൊടുത്ത് സാനിയ മിന്നക്ക് കസ്റ്റമർക്ക് സെയിൽ ചെയ്ത് കസ്റ്റമർ തിരിച്ച് പൈസ കൊടുത്താലാണ് ഈ പൈസ നിയക്ക് കിട്ടുക. ആണല്ലോ? അപ്പോ നിയ അഥവാ മിന്ന സാനിയക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ സാനിയക്ക് എന്താക്കാൻ കഴിയില്ല? നിയക്ക് പൈസ കൊടുക്കാനും കഴിയില്ല. ക്ലിയർ ആണല്ലോ? ഇതാണ് പ്രിൻസിപ്പൽ ഏജന്റ് ട്രാൻസാക്ഷൻ. എപ്പോ കസ്റ്റമർ പൈസ തരുമോ ആ സ്ഥലത്ത് എന്താക്കും? ഏജന്റ് ആ പൈസ എടുത്തിട്ട് മുതലാളിക്ക് പ്രിൻസിപ്പളിന് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം നിയ സാനിയന്റെ അടുത്ത് പറയും, പൈസ റിക്കവർ ചെയ്യുന്നത് ഇപ്പൊ വളരെ കുറവാണ്, പൈസ വിചാരിച്ച പോലെ കിട്ടുന്നില്ല. അപ്പൊ ഈ എന്താക്കണം? കസ്റ്റമറുടെ കയ്യിൽ നിന്നുള്ള പൈസക്ക് ഈ ഗ്യാരണ്ടി നിൽക്കണം എന്ന് പറയും. അപ്പൊ നിയ സാനിയനോട് പറയും, നീ ആർക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് പോലും എനിക്കറിയില്ല, കസ്റ്റമേഴ്സിന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. കസ്റ്റമേഴ്സ് പൈസ തന്നിട്ടില്ലെങ്കിലും നിന്റെ പോക്കറ്റിൽ പൈസ എടുത്തിട്ട് എന്താക്കണം? നീ എനിക്ക് തരണം, പ്രിൻസിപ്പളിന് തരണം. അതിന് പകരമായിട്ട് നോർമലി ഞാൻ നിനക്ക് 5% ആണ് കമ്മീഷൻ തരുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ നിനക്ക് എന്താക്കും? 20% കമ്മീഷൻ തരുന്ന വരും. ഇങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ നിന്നുള്ള കളക്ഷൻ ഉറപ്പ് വരുത്തുന്ന, അതിന്റെ മുകളിൽ ഷോയറിറ്റി കൊടുക്കുന്ന ഏജന്റിനെയാണ് നമ്മൾ ഇത് പറയാ DCA. അപ്പം ഇനി സാനിയ എന്ന് പറയുന്നത് ആരാണ്? നോർമൽ ഏജന്റ് അല്ല, സാനിയ ഡെൽക്രഡ് ഏജന്റ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്ക്, നീ 1000 രൂപയുടെ ഒരു സാധനം ആർക്ക് കൊടുത്തു? സാനിയ കൊടുത്തു. സാനിയ മിന്നക്ക് കൊടുത്തു. മിന്ന തിരിച്ച് പൈസ സാനിയക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ സാനിയ എന്താക്കണം? സാനിയയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് നീയക്ക് കൊടുക്കണം, പ്രിൻസിപ്പളിന് കൊടുക്കണം. മനസ്സിലായല്ലോ? ഇതാണല്ലോ DCA എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്ക്, ഈ DCA എന്ന് പറയുന്നത് 2 രീതിയിലുണ്ടാവും. DCA എന്ന് പറയുന്നത് 2 രീതിയിലുണ്ടാവും. ഒന്ന് DCA പ്ലസ് ഏജന്റ്. DCA ഏജന്റ് ആണ്.
DCA ഏജന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻവോയ്സ് അയാളുടെ പേരിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് DCA ആണ് പക്ഷേ ഏജന്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഏജന്റ് സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. സാനിയ ഏജന്റ് ആണ്. സാനിയ ഏജന്റ് ആണെങ്കിൽ സാനിയ ചെയ്യുന്ന സപ്ലൈ ഏതൊക്കെ ഉണ്ടാവും? സാനിയയുടെ സെയിൽസ് അല്ലെങ്കിൽ സപ്ലൈ ഏതൊക്കെ ഉണ്ടാവും? ഒറിജിനലി സാനിയ മിന്നയ്ക്ക് കൊടുക്കുന്ന 1000 രൂപയുടെ സപ്ലൈ ഉണ്ടാവല്ലോ. 1000 രൂപയുടെ സപ്ലൈ ഉണ്ട്. ഒരു മാസമാണ് ടൈം പീരീഡ്. ഒരു മാസം കഴിഞ്ഞ സമയത്ത് മിന്നനെ ഫോം വിളിച്ചു. മിന്ന പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല. അപ്പൊ നീയ ഏജന്റ് അല്ലെങ്കിൽ സാനിയ നേരെ നീനെ ഫോം വിളിച്ചു, മുതലാളി കസ്റ്റമർ പൈസ തന്നിട്ടില്ല. അപ്പൊ നീ എന്ത് പറയും? അതൊന്നും ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല, കാരണം നീ DC ആണ്. നീ DC ആണെങ്കിൽ കസ്റ്റമർ പൈസ തന്നാലില്ലെങ്കിൽ നീ എനിക്ക് പൈസ തരണം. അതിനെയാണ് ഞാൻ നിനക്ക് കമ്മീഷൻ അധികം തരുന്നതെന്ന് പറയും അല്ലേ? അതിനെയാണ് ഞാൻ നിനക്ക് പൈസ അധികം തരുന്നതെന്ന് പറയും. അപ്പം സാനിയ എന്താക്കും? സാനിയയുടെ കയ്യിൽ നിന്നും 1000 രൂപ എടുത്തിട്ട് നീക്ക് കൊടുക്കും. എന്നിട്ട് മിന്നനോട് പറയും, നീ ഇപ്പൊ തരേണ്ട പൈസ നീ ഇപ്പം തരാത്തത് കൊണ്ട് നിനക്ക് പകരം എന്താക്കിയിട്ടുണ്ട്? മുതലാളിക്ക് ഞാൻ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. നിനക്ക് ഒരു മാസം കൂടി ഞാൻ ടൈം പീരീഡ് തരും. ഒരു മാസത്തിനുള്ളിൽ എന്താക്കണം? ഈ പൈസ നീ എനിക്ക് തരണം. പ്ലസ് നീ എന്താക്കണം? 100 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് തരുവാണെന്ന് പറയും. 100 രൂപ എന്ത് തരണം? ഇൻട്രസ്റ്റ് ആണ്. ഈ 100 രൂപ എന്ന് പറയുന്ന ഡിലേഡ് പേയ്മെന്റിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് അല്ലേ? അതായത് 1000 രൂപ കടം കൊടുത്തു, ആ കടം കൊടുത്തതിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? ഒരു സപ്ലൈ ഉണ്ട്. അപ്പൊ ആ സപ്ലൈന്റെ മുകളിൽ വന്ന ഡിലേഡ് പേയ്മെന്റിന്റെ മുകളിൽ വന്ന ഇൻട്രസ്റ്റ് ആണല്ലോ. എങ്കിൽ ഈ ഇൻട്രസ്റ്റ് ആയ 100 രൂപ നമ്മൾ എന്താക്കും? 15(2)D പ്രകാരം എന്താക്കും? ആഡ് ചെയ്യും. എങ്ങനെ ആഡ് ചെയ്യും? ഇൻക്ലൂസീവ് ആക്കിയിട്ട് ആഡ് ചെയ്യും, നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത സിറ്റുവേഷൻ, DCA ഏജന്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ DC ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പൊ മിന്ന ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ സാനിയ ആരെ വിളിക്കും? മുതലാളി നീയനെ വിളിക്കും. മുതലാളി കസ്റ്റമർ വന്നിട്ടുണ്ട്, ഇൻവോയ്സ് തരുമെന്ന് പറയും. നീ നേരെ ഇൻവോയ്സ് കൊടുക്കും. ഈ ഇൻവോയ്സ് സാനിയ എടുത്തിട്ട് നേരെ ആർക്ക് കൊടുക്കും? മിന്നെ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000 രൂപ ആരുടെ സപ്ലൈ അല്ല? സാനിയയുടെ സപ്ലൈ അല്ല, DCAയുടെ സപ്ലൈ അല്ല. ഇനി ഒരു മാസം കഴിഞ്ഞു, പൈസ തന്നിട്ടില്ല. സാനിയ നേരെ മുതലാളി വിളിച്ചിട്ട് വരും, കസ്റ്റമർ പൈസ തന്നിട്ടില്ല. മുതലാളി എന്ത് പറയും? അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല, പൈസ എനിക്ക് ഇപ്പൊ തരണം എന്ന് പറയും. സാനിയ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് പൈസ കൊടുക്കും. ഈ 1000 രൂപ കൊടുക്കുന്നത് എന്താ? ഒറിജിനൽ സപ്ലൈ ഉണ്ടോ അവിടെ? സാനിയക്ക് അവിടെ ഒറിജിനൽ സപ്ലൈ ഉണ്ടോ? ഇല്ല. ഒറിജിനൽ സപ്ലൈ ഇല്ലാതെ വെറും 1000 രൂപ ലോൺ കൊടുക്കുന്നത് പോലെയാണ്. 1000 രൂപ മിന്നക്ക് ലോൺ കൊടുക്കുന്നത് പോലെയാണ്, ക്രെഡിറ്റ് കൊടുക്കുന്നത് പോലെയാണ്. അതിന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ഏത് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കണം? നോർമൽ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രസ്റ്റിന് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ഇത്ര നോക്കണ്ടോ? ഒറിജിനൽ സപ്ലൈ ഉണ്ട്, ആ സപ്ലൈന്റെ മുകളിലാണ് ഇൻട്രസ്റ്റ് വരുന്നതെങ്കിൽ ഈ ഇൻട്രസ്റ്റ് എന്താക്കണം? നമ്മൾ സപ്ലൈന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി ഒറിജിനൽ സപ്ലൈ ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മാത്രം വരുന്നുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് കണക്കാക്കണം? നോർമൽ ലോൺ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കിട്ടിയ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കണം. ആ ഇൻട്രസ്റ്റിന് എന്ത് കൊടുക്കും ചെയ്യണം? എക്സംഷൻ കൊടുക്കും ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കേണ്ടത് എന്താണ്? DCA എന്ന് പറയുന്നത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ DCA ആരാണ്? ഏജന്റ് ആണ്. DCA ഏജന്റ് ആണെങ്കിൽ DCA ഓൾറെഡി അവിടെ സപ്ലൈ നടത്തുന്നുണ്ടാവല്ലോ. ആ സപ്ലൈന്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് എന്താക്കണം? നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ കേസ് നോക്കി. ഓക്കെ, ഒന്നും കൂടി പറയാം. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കും. DCA ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സാനിയ ആരല്ല? ഏജന്റ് അല്ല. ഏജന്റ് അല്ലെങ്കിൽ 1000 രൂപയുടെ സാധനം മുതലാളിക്ക് വേണ്ടിക്ക് കൊടുക്കുന്നത്, സെയിൽ ചെയ്യുന്നത് സാനിയയുടെ സെയിലാണോ? സാനിയയുടെ സപ്ലൈ ആണോ? അല്ലല്ലോ. കാരണം സാനിയ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ സാനിയ അവിടെ ഒറിജിനൽ സപ്ലൈ ഒന്നും നടത്തുന്നില്ല. സാനിയ ഒറിജിനൽ സപ്ലൈ ഒന്നും നടത്തുന്നില്ല. പക്ഷെ ഒരു മാസം ആകുമ്പോൾ സാനിയ മിന്നിന്റെ അടുത്ത് പോയിട്ട് വരും, മോളെ 1000 രൂപ കൊണ്ടാ. പിന്നെ പറയും എന്റെ കയ്യിൽ പൈസ ഇല്ല. മുതലാളിനെ വിളിച്ചു വരുമ്പോ മുതലാളി നീ DC ആണ്, കസ്റ്റമർ പൈസ തന്നാലില്ലെങ്കിൽ നീ എനിക്ക് പൈസ തരണമെന്ന് പറയും. സാനിയ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കും. എന്നിട്ട് മിന്നിനോട് പറയും, നീ ഇന്ന് പൈസ തരേണ്ടതായിരുന്നു, നീ പൈസ തന്നിട്ടില്ല. ഒരു കാര്യം, ഒരു മാസം കൂടി ഞാൻ നിനക്ക് വേണ്ടി ഞാൻ തൽക്കാലം എന്താക്കിയിട്ട് പൈസ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു മാസം ഞാൻ നിനക്ക് ലോൺ തന്നതുപോലെയാണ്. ഈ ഒരു മാസം കഴിഞ്ഞാൽ നീ എന്താക്കണം? 1000 രൂപയും തിരിച്ചു തരണം എനിക്ക്, പ്ലസ് 100 രൂപ ഇൻട്രസ്റ്റും തരണം എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇവിടെ ഒറിജിനലി സപ്ലൈ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആകെയുള്ള സപ്ലൈ എന്ത് മാത്രമേ ഉള്ളൂ? ലോൺ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടിയത് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഇതെന്താക്കും? സപ്പറേറ്റ് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കണക്കാക്കിയിട്ട് ഇതിന് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്നാ
DCA ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ DCA ഏജന്റ് ആണ്. ദെൻ DCA ഒറിജിനലി അൾട്ടിമേറ്റ് കസ്റ്റമർ കൊടുക്കുന്നതും DCAയുടെ സപ്ലൈ ആണ്. പിന്നെ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ടോ, ഈ ഇൻട്രസ്റ്റ് അതിന് കൂടെ ആഡ് ചെയ്യണം. രണ്ടാമത്തെ സിറ്റുവേഷൻ DCA ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ DCA ഏജന്റ് അല്ല. അപ്പൊ DCA അൾട്ടിമേറ്റ് കസ്റ്റമർ കൊടുക്കുന്നത് DCAയുടെ സപ്ലൈ അല്ല. DC അവിടെ ആകെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ലോൺ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ആകെ ലോൺ മാത്രമായതുകൊണ്ട് അത് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കണക്കാക്കണം. അതിന് മുകളിൽ എന്ത് കിട്ടും ചെയ്യും, എക്സംഷൻ കിട്ടും ചെയ്യും. ഗൈസ് ഗോട്ട് ഇറ്റ് ആണോ? ഇൻവോയ്സ് ഇല്ലെങ്കിൽ ഇഗ്നോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സ് ഇല്ലെങ്കിൽ അവിടെ ലോൺ കൊടുത്തത് മാത്രമേ ഉള്ളൂ, ഒറിജിനൽ സപ്ലൈ ഇല്ല, ലോൺ കൊടുത്തത് മാത്രമാണ് സപ്ലൈ. അപ്പൊ അതെന്താക്കും, അത് അവരൊറ്റ സപ്ലൈ മാത്രമായത് കൊണ്ട് അത് ലോൺ കൊടുത്തത് മാത്രമായിട്ട് കണക്കാക്കും, അത് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കും. ആ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതിന് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. രണ്ടാമത്തെ കേസിൽ ഒറിജിനൽ സപ്ലൈയുടെ മുകളിൽ കിട്ടുന്ന എമൗണ്ട് ആയതുകൊണ്ട് അത് എന്തായിട്ട് കണക്കാക്കുക, ഇൻക്ലൂഷൻസിൽ ആഡ് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? വാല്യൂ സപ്ലൈയിൽ ആഡ് ചെയ്യണ്ട. പെർഫെക്റ്റ്. മനസ്സിലായോ? വാല്യൂ സപ്ലൈ 1100 അല്ല, ആ 100 നമ്മൾ പഠിച്ചില്ലേ, ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, ആ രീതിയിൽ എടുക്കണം. ആ 100 ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പൊ അത് ആ രീതിയിൽ എടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വാല്യൂ സപ്ലൈയുടെ ക്വസ്റ്റ്യൻ നോക്കാം. വാല്യൂ സപ്ലൈയുടെ ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് നാളെ അയച്ചുതരാം. കാരണം ആ ക്വസ്റ്റ്യനിൽ ഒന്ന് എഡിറ്റ് ചെയ്യാണ്ട്, അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, അതൊന്ന് എഡിറ്റ് ചെയ്യാണ്ട്. അത് എഡിറ്റ് ചെയ്തതിന് ശേഷം വാല്യൂ സപ്ലൈയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അയച്ചുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താക്കാം, നമുക്ക് പക്ക എക്സാമിന് എഴുതുന്നത് പോലെ ഒന്ന് നമുക്ക് എഴുതി നോക്കാം, പക്ക ഫോർമാറ്റിൽ എഴുതി നോക്കാം. ക്ലിയർ? നമ്മൾ നോക്കുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാല്യൂ സപ്ലൈ, ലാസ്റ്റ് നമ്മൾ നോക്കുക
you are required to determine taxable value as well as applicable tax liability for the supply. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ വാല്യൂ ഓഫ് സപ്ലൈ കമ്പ്യൂട്ട് ചെയ്യാം, അതിന്റെ ടാക്സ് എമൗണ്ടും കമ്പ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ഷാ എന്റർപ്രൈസസിന്റെ സ്ഥലം കേരളത്തിലാണ്. നമ്മളിപ്പോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആരാണെന്നുള്ളതും നമ്മുടെ സ്ഥലം എവിടെയാണ്, നമ്മൾ രജിസ്റ്റേർഡ് ആണോ, നമ്മൾ ഏത് മാസത്തെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ. ഇവിടെ നമുക്ക് ഷാ എന്റർപ്രൈസസ് കേരള രജിസ്റ്റേർഡ് ടാക്സ് പെയർ ആണ്. മെയ്ഡ് ടാക്സബിൾ സപ്ലൈ ടു അജയ്ക്ക് എന്താണ് കേരളത്തിലേക്കാണ് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ CGST SGST ആണ് അവിടെ ടാക്സ് വരിക. ഇവിടെ നോക്കാം, പ്രൈസ് ഓഫ് ദ മിഷനറി 10 ലക്ഷം രൂപയാണ് മിഷനറിയുടെ എമൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്ക്ലൂഡിങ് എനി ടാക്സ് ഓർ ഡിസ്കൗണ്ട് ഒക്കെ മൈനസ് ചെയ്യുന്നതിന് മുമ്പ് 10 ലക്ഷം രൂപയാണ്. ഇതാണ് ട്രാൻസാക്ഷൻ വാല്യൂ. ഇതിനെ കൂടെ നോക്കിയാൽ ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി. ഈ സാധനം നമ്മൾ ആഡ് ചെയ്യണ്ടേ? ഏത് പ്രകാരം നമ്മൾ ആഡ് ചെയ്യണം? 15(2)A പ്രകാരം ആഡ് ചെയ്യണം. എനി ഡ്യൂട്ടി ടാക്സ് പെയ്ഡ് അണ്ടർ എനി ലോ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നോക്കിയാൽ സബ്സിഡി റിസീവ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആണ് ഫോർ ടാക്സബിൾ സപ്ലൈ ഓഫ് ഗുഡ്സ് ടു ബാക്ക്വേർഡ് ഏരിയ എക്സ്ക്ലൂസീവ്ലി റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദി അബോവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ഈ സബ്സിഡി കിട്ടിയത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് എന്താക്കേണ്ട ആവശ്യമില്ല, ഈ സാധനം വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ? അടുത്ത ഡിസ്കൗണ്ട്. ഈ ഡിസ്കൗണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കുക. കാരണം ഈ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യേണ്ടത് ഏറ്റവും അവസാനമാണ്. നമ്മൾ ജസ്റ്റ് എന്താക്കുക, ഡിസ്കൗണ്ട് അവിടെ വെക്കുക. നെക്സ്റ്റ്, സബ്സിഡി റിസീവ്ഡ് ഫ്രം റിലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ദ പ്രൈസ് അബവ് ഈസ് ആഫ്റ്റർ കൺസിഡറേഷൻ ഓഫ് സച്ച് സബ്സിഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സിഡി എമൗണ്ട് എന്താണ്? മുകളിലുള്ള പ്രൈസ് എന്താ? ഈ സബ്സിഡി കൺസിഡർ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈസ് എന്താക്കിയിട്ടുണ്ടാവും? സബ്സിഡി ഈ പ്രൈസ് എന്താക്കിയിട്ടുണ്ടാവും? മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? ഈ സാധനം ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? അതായത് ഈ 10 ലക്ഷം എന്നുള്ളത് ദ പ്രൈസ് എബോവ് 10 ലക്ഷം എന്നുള്ളത് ആഫ്റ്റർ കൺസിഡറേഷൻ ഓഫ് സച്ച് സബ്സിഡി ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം എന്താ? സബ്സിഡി കൺസിഡർ ചെയ്ത ശേഷമുള്ള എമൗണ്ടാ. അത് ഓൾറെഡി കുറച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താക്കണം? അത് ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? അടുത്തത്, എമൗണ്ട് ഇൻകേർഡ് ബൈ അജയ് ലിമിറ്റഡ്. അജയ് ആരാണ്? റെസിപ്പിയന്റ് ആണ്. എമൗണ്ട് ഇൻകേർഡ് ബൈ അജയ് ലിമിറ്റഡ് ഫോർ പോസ്റ്റ് ഡെലിവറി ഇൻസ്പെക്ഷൻ ചാർജസ് ഇൻകേർഡ് പോസ്റ്റ് റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ആണ്. പോസ്റ്റ് ഡെലിവറി ആഫ്റ്റർ സപ്ലൈക്ക് ശേഷമുള്ള ചാർജസ് ഇൻക്ലൂഡ് ആക്കണോ വേണ്ടയോ? നമ്മളെന്താ പറഞ്ഞത്? ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ അത് ഇൻക്ലൂഡ് ആക്കണ്ടെന്നല്ലേ? അപ്പൊ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് പാക്കിംഗ് ചാർജസ് ആഡ് ചെയ്യണ്ടേ? എന്ത് പ്രകാരം ആഡ് ചെയ്യണം? 15(2)C ഇൻസിഡന്റൽ എക്സ്പെൻസ് പ്രകാരം നമ്മൾ പാക്കിംഗ് ചാർജസ് ആഡ് ചെയ്യണം. ക്ലിയർ? ഇനി അടുത്തത്, ഇൻ റെസ്പെക്ട് ഓഫ് അബോവ് സപ്ലൈ ഷാ എന്റർപ്രൈസസ് ഹാസ് പ്രൊക്യൂർഡ് ഫ്രം റോ മെറ്റീരിയൽ. ആരാ ഷാ എന്റർപ്രൈസസ്? സപ്ലയർ എന്താക്കിയിട്ടുണ്ട്? കുറച്ച് റോ മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട്. ആരുടെ കയ്യിൽ നിന്ന്? എക്സ് ലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന്. ഇതിന്റെ മുകളിൽ ഷാ ലിമിറ്റഡ് എന്താക്കുന്നുണ്ട്? 40,000 രൂപ കൊടുക്കാനുണ്ട്. ഈ പൈസ ആര് കൊടുത്തു? അജയ് ലിമിറ്റഡ് കൊടുത്തു. ഇത് എന്താണ് സാധനം? ഇത് ഏതാണ് അഡ്ജസ്റ്റ്മെന്റ്? 15(2)B. അതായത് സപ്ലയർ കൊടുക്കാനുള്ള പൈസ റെസിപ്പിയന്റ് കൊടുത്തതാണല്ലോ. അപ്പൊ ഈ പ്രൈസ് എന്താക്കണം? നമ്മള് 15(2)B പ്രകാരം എന്താക്കണം? ആഡ് ചെയ്യണം. അടുത്തത്, ദ പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ അബോവ് സപ്ലൈ വാസ് ഡിലേഡ് ബൈ അജയ് ലിമിറ്റഡ് ഹെൻസ് എ ലേറ്റ് ഫീ ഓഫ് 25,000 ഓൾസോ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 25,000 നമ്മൾ എന്താക്കണം? 15(2)D പ്രകാരം ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ 25,000 ആണോ ആഡ് ചെയ്യേണ്ടത്? അല്ല, പകരം 25,000 ഇവിടെ ടാക്സ് റേറ്റ് എത്രയാ? 12%. 25,000 into 100 ഡിവൈഡ് ബൈ 112. ഈ 25,000 തന്നെ എന്തുണ്ട്? ഡിസ്കൗണ്ടും കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് എന്താക്കേണ്ടത്? നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഡിസ്കൗണ്ട് അല്ല, സോറി, ഇതിൽ തന്നെ ടാക്സ് കൂടി ഉണ്ട് എന്നുള്ള രീതിയിൽ എന്താക്കണം? നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് കംപ്ലീറ്റ് ആയോ? എല്ലാ അഡ്ജസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. നമ്മൾ ഒരു ഏരോ മാർക്ക് അവിടെ ഇട്ട് വെച്ചിട്ടില്ല ഡിസ്കൗണ്ടിന് മുകളിൽ. ഇവിടെ എന്താ പറഞ്ഞത്? ഡിസ്കൗണ്ട് ഈവൻ അറ്റ് 1% ഓൺ പ്രൈസ് ഓഫ് ഗുഡ്സ് ആഫ്റ്റർ സപ്ലൈ. ആഫ്റ്റർ സപ്ലൈ ആണ് കൊടുത്തത്. കൊടുത്തെങ്കിലുള്ള കണ്ടീഷൻ എന്നാ? അഗ്രിമെന്റ് ഓൾറെഡി വേണം. ITC റിവേഴ്സ്. ഇവിടെ സച്ച് ഡിസ്കൗണ്ട് ആർ ആസ് പെർ അഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ അഗ്രിമെന്റ് ഉണ്ട്, പക്ഷേ ITC റിവേഴ്സ് ചെയ്തിട്ടില്ല. ഇപ്പൊ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലല്ലോ. സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഈ എമൗണ്ട് എന്താക്കാൻ പറ്റൂല,
നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടിക്ക് പറ്റൂല. ഈ എമൗണ്ട് എന്താക്കാൻ പറ്റൂല, നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ക്ലിയർ ആണോ? എങ്കിൽ ആൻസർ എഴുതിക്കോ. ഫസ്റ്റ് ഹെഡിങ് എഴുതുക, കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ ആൻഡ് ടാക്സ്. ഇൻക്ലൂസീവ് ഓഫ് GST അസംഷൻ അല്ല, അത് റൂൾ പ്രകാരം നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. റൂൾ 35 പ്രകാരം അങ്ങനെ. ആ റൂൾ നമുക്ക് പഠിക്കാനില്ല. റൂൾ 35 പ്രകാരം നമ്മൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എഴുതിക്കോ. കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ സപ്ലൈ ആൻഡ് ടാക്സ് എമൗണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂ സപ്ലൈ ആൻഡ് ടാക്സ് എമൗണ്ട്. 2 കോളാക്കുക, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. 2 കോളം പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഫസ്റ്റത്തിൽ ഏതോ പ്രൈസ് ഓഫ് ഗുഡ്സ്. ആദ്യം പ്രൈസ് ഓഫ് ഗുഡ്സ്. എമൗണ്ടിന് അവിടെ എപ്പോഴും റുപ്പീസ് നിറണം. എമൗണ്ടിന്റെ മുകളിൽ എപ്പോഴും റുപ്പീസ് നിറണം, ഇല്ലെങ്കിൽ അങ്ങോട്ട് മാർക്ക് പോയിട്ടോ. എമൗണ്ടിന് താഴെ റുപ്പീസ് 10 lakh. അവിടെ നമ്മൾ എന്ത് എഴുതും? നോട്ട്. അതിന്റെ അടുത്തിന്റെ കൂട്ടത്തിൽ തന്നെ എന്താക്കുക, നമ്മൾ നോട്ട് എഴുതുക, ബ്രാക്കറ്റിൽ എഴുതുക. ആസ് പെർ 15 subsection 1, as per 15 subsection 1, transaction value will be value of supply. Transaction value will be value of supply if buyer and seller are unrelated. If buyer and seller are unrelated, and price is the sole consideration. And price is the sole consideration. എഴുതിയോ? രണ്ടാമത്തെ പോയിന്റ് എന്നാ, ടാക്സ് ലെവിഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി. അവിടെ എഴുതുക, ടാക്സ് ബൈ മുനിസിപ്പൽ അതോറിറ്റി. ടാക്സ് ബൈ മുനിസിപ്പൽ അതോറിറ്റി. എമൗണ്ട് എത്രയാണ്? 10,000. എമൗണ്ടിന് താഴെ 10,000. എന്നിട്ട് അതിന്റെ കൂടെ ആ ടാക്സ് ലെവിഡിന്റെ കൂടെ തന്നെ ബ്രാക്കറ്റിൽ അതിന്റെ പ്രൊവിഷൻ എഴുതുക. ആസ് പെർ സെക്ഷൻ 15(2) subsection A. 15(2) subsection A. എമൗണ്ടിന്റെ സൈന് ഏറ്റവും മുകളിൽ ഇട്ടാൽ പോരെ, മതി. ഏറ്റവും മുകളിൽ മാത്രം ഇട്ടാൽ മതി. എമൗണ്ട് എഴുതിയാൽ ഇട്ടാൽ മതി. അവിടെ ആസ് പെർ സെക്ഷൻ 15(2)A, any duty tax paid under any law included in value of supply. Any duty tax paid under any law included in value of supply. Included in value of supply. എഴുതിയോ? അടുത്തത് സബ്സിഡി ഫ്രം ഗവൺമെന്റ്. സബ്സിഡി ഫ്രം ഗവൺമെന്റ്. സബ്സിഡി ഫ്രം ഗവൺമെന്റ്. അതിന്റെ എമൗണ്ടിന് നേരെ നില്ല് നിടുക. നില്ല്. എന്നിട്ട് നോട്ട് എഴുതുക, സബ്സിഡി റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ്. സബ്സിഡി റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ വാല്യൂ ഓഫ് സപ്ലൈ. Not included in value of supply. Not included in value of supply. അതിൽ ഇൻകം ടാക്സ് ആണേലോന്നോ? ഏതിലാണ്? ആ ടാക്സിലെ വീടിലാണോ? ടാക്സിലെ വീടിലാണോ? ഇല്ല, അതിലൊരിക്കലും ഇൻകം ടാക്സ് വരൂല. കാരണം ഇൻകം ടാക്സ് നമ്മൾ ഒരിക്കലും കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യൂലോ. അതുകൊണ്ട് അതൊരിക്കലും വരൂല. ഓക്കെ. ഇനി അടുത്തത് ഡിസ്കൗണ്ട് നമ്മളവിടെ പെൻഡിങ് ആക്കുക. നെക്സ്റ്റ് സബ്സിഡി ഫ്രം റിലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സബ്സിഡി ഫ്രം റിലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. GST എക്സ്ക്ലൂഡ് ആണ്. GST എടുക്കേണ്ട ആവശ്യമില്ല. സബ്സിഡി ഫ്രം റിലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. എമൗണ്ട് ഏതാ? 1 lakh. എമൗണ്ട് 1 lakh. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക, ആസ് പെർ സെക്ഷൻ 15(2)E. As per section 15(2)E, subsidy which are linked to price. Subsidy which are linked to price and received from other than government. And received from other than government. Included in value of supply. Included in value of supply. Okay. അടുത്തത് പോസ്റ്റ് ഡെലിവറി ഇൻസ്പെക്ഷൻ ചാർജസ്. പോസ്റ്റ് ഡെലിവറി ഇൻസ്പെക്ഷൻ ചാർജസ്. എമൗണ്ടിന്റെ നേരെ നില്ല് നേടുക. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുക, എമൗണ്ട് ഇൻകേർഡ് ആഫ്റ്റർ സപ്ലൈ
not included in value of supply. Amount incurred after supply, not included in value of supply. Okay. Next point is what? Packing charges 10,000. Packing charges 10,000. അതിന്റെ കൂടെ നോട്ട് എഴുതുക. As per 15(2)(c, as per 15(2)(c, any incidental expense such as packing charges are included in value of supply. Included in value of supply. Included in value of supply. Next എന്താ ബിഹാഫ് ഓഫ് പേയ്മെന്റിന്റെ പോയിന്റ് അല്ലേ? അടുത്ത എഴുതുക ബിഹാഫ് ഓഫ് പേയ്മെന്റ്. ബിഹാഫ് ഓഫ് പേയ്മെന്റ് എമൗണ്ടിന്റെ അവിടെ 40,000. എമൗണ്ടിന്റെ അവിടെ 40,000 എന്നിട്ട് എഴുതുക സെക്ഷൻ 15(2)(b. As per section 15(2)(b, any amount that supplier actually liable to pay, any amount that supplier actually liable to pay and which is paid by recipient, included in value of supply. Included in value of supply. Okay. Next എന്താ late fee on delayed payment. Late fee on delayed payment. അവിടെ എമൗണ്ട് നമ്മൾ 25,000 എടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ നമ്മൾ എമൗണ്ടിന്റെ വർക്കിംഗ് കാണിക്കണം. 25,000 into 100 divided by 112. 25,000 into 100 divided by 112, 22,321 എമൗണ്ട് വരും. 22,321 എമൗണ്ട് വരും. Then അതിന്റെ ബ്രാക്കറ്റ് എഴുതുക 15(2)(d. As per 15(2)(d), interest, late fee on delayed payment are included. Interest, late fee on delayed payment are included. ഇനി എന്താക്കണം നമുക്ക്? ഡിസ്കൗണ്ട് മൈനസ് ചെയ്യണം. ഇവിടെ ഡിസ്കൗണ്ട് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അടുത്തത് ലെസ് ഡിസ്കൗണ്ട് നില്ല്. ലെസ് ഡിസ്കൗണ്ട് നില്ല്. അതിന്റെ അവിടെ നോട്ട് എന്താ എഴുതുക? ഇഫ് ഡിസ്കൗണ്ട് ഗിവൺ ആഫ്റ്റർ സപ്ലൈ, discount given after supply and such a discount are as per agreement before supply. Such a discount are ended, such a discount are as per agreement ended before supply, but ITC not reversed by recipient. ITC not reversed by recipient. Then such a discount amount cannot be reduced. Then such a discount amount cannot be reduced. എഴുതിയോ? ഇതെല്ലാം കൂടി ടോട്ടൽ എഴുതുക. എന്ത് ചെയ്യുക? വാല്യൂ ഓഫ് സപ്ലൈ ടോട്ടൽ ചെയ്യുക. അതിന് വാല്യൂ ഓഫ് സപ്ലൈ കൂട്ടി എഴുതുക. ആൻസർ കംപ്ലീറ്റ് ആയോ? ആൻസർ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഇല്ല. ക്വസ്റ്റ്യൻ എന്നാ വാല്യൂ ഓഫ് സപ്ലൈ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിക്കാണോ? അതിനുശേഷം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണ്ടേ? ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. നമ്മൾ എക്സംഷൻ അടിക്കാനുള്ള ആൾക്കാരാണ്, നമ്മൾ പാസ്സാവാനുള്ള ആൾക്കാരല്ല. നമുക്ക് വാല്യൂ സപ്ലൈ മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ പോരാ, അതിന്റെ താഴെയുള്ള ടാക്സ് ലാബിലിറ്റി കൂടി കമ്പ്യൂട്ട് ചെയ്യണം. അതിന്റെ താഴെ നിന്നിട്ട് എന്ത് എഴുതുക? CGST 6%, അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാം. SCST 6%. ഓ സാറ് ചെയ്ത് കഴിഞ്ഞോ എന്നാ ചോദിച്ചേന്ന് വിചാരിച്ചു. ഓക്കെ ഫൈൻ. എനിക്കറിയാം നിങ്ങളുടെ അടുത്ത് എന്തായാലും അത് തെറ്റൂല, നിങ്ങൾക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് ഓർമ്മയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നാൽ ഒന്നുകൂടി നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. CGSTയും SGSTയും കമ്പ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഇനി എല്ലാം റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ. അടുത്ത ദിവസം നോക്കി നോക്കിയാൽ എടാ ഇതൊരു കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വായിക്കട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലിമിറ്റഡ് പ്രൊവൈഡ് ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ് റിലേറ്റഡ് ടു ഗുഡ്സ് സോൾഡ് ബൈ കളർഫുൾ പ്രൈവറ്റ് ലിമിറ്റഡ്. ലിസ്റ്റ് പ്രൈസ് അപ്പൊ 50,000 നമ്മൾ 15(1) പ്രകാരം എടുത്ത്. ടാക്സ് ലെവീഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി നമ്മൾ എന്താക്കും? 15(2)(a) പ്രകാരം ആഡ് ചെയ്ത്. പാക്കിംഗ് ചാർജസ് 15(2)
സി പ്രകാരം ഇൻസിഡന്റൽ എക്സ്പെൻസിൽ ആഡ് ചെയ്യും. അടുത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലിമിറ്റഡ് റിസീവ്ഡ് ₹2,000 ആസ് പ്രൈസ് ലിങ്ക്ഡ് സബ്സിഡി ഫ്രം NGO ഓൺ സെയിൽ ഓഫ് സച്ച് ഗുഡ്സ്. ഇതെന്നാ പ്രൈസ് ലിങ്ക്ഡ് സബ്സിഡി ആണല്ലോ. പ്രൈസ് ലിങ്ക്ഡ് സബ്സിഡി ആണ്. ദ പ്രൈസ് ഓഫ് 50,000 ഓഫ് ദ ഗുഡ്സ് ഈസ് ആഫ്റ്റർ കൺസിഡറിംഗ് സച്ച് സബ്സിഡി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50,000 എന്താണ് ഈ സബ്സിഡി കൺസിഡർ ചെയ്തിട്ട് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഈ സബ്സിഡി എന്താക്കണം, നേരെ ആഡ് ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഓഫേഴ്സ് 2% ഡിസ്കൗണ്ട് ഓൺ ദ ലിസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഗുഡ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോയ്സ് ഓഫ് ദ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഡിസ്കൗണ്ട് ഗിവൺ ബിഫോർ ആണ്. അതുപോലെ തന്നെ അതിന്റെ മുകളിൽ എന്തുണ്ട്, ഇൻവോയ്സിൽ ഡ്യൂലി റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്താക്കാം, ഈ 2% ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. ക്ലിയർ ആണോ? പ്രൈസ് ലിങ്ക്ഡ് എല്ലാവരും ആഡ് ചെയ്യണ്ടേ? അല്ലെ, പ്രൈസ് ലിങ്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ പ്രൈസ് ലിങ്ക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഓൾറെഡി എടുത്ത് പറയുകയും ചെയ്ത്, ഇത് ആഫ്റ്റർ കൺസിഡറിംഗ് സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 എന്നുള്ളത് ഓൾറെഡി കുറഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താക്കുക, അതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. മനസ്സിലായോ? നീയ മനസ്സിലായോ? ക്വസ്റ്റ്യൻ തന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുക. ഇത് ഓൾറെഡി ആഫ്റ്റർ കൺസിഡറിംഗ് സബ്സിഡി ആണ്, ഇത് പ്രൈസ് കുറച്ച എമൗണ്ട് ആണ്, ഇതെന്താക്കണം, നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, 10ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് പ്രൈസ് ഓൾറെഡി തന്നു. സ്വച്ഛ് ഭാരത് സെസ് ആഡ് ചെയ്തു. പാക്കിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്തു. ഡിസ്കൗണ്ട് 1% ഓൺ ലിസ്റ്റ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് വാസ് പ്രൊവൈഡഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കണം, 3,30,000 മുകളിൽ 1% കാണിച്ചിട്ട് റെഡ്യൂസ് ചെയ്യണം. സബ്സിഡി റിസീവ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നുള്ള സബ്സിഡിയാണ്. അപ്പൊ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ലിസ്റ്റ് പ്രൈസ് 15 ലക്ഷം. പ്രൈസ് ലിങ്ക്ഡ് സബ്സിഡി റിസീവ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആണ്, നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈസ് ലിങ്ക്ഡ് ഫ്രം സബ്സിഡി ഫ്രം NGO ആണ്, അതെന്താക്കണം, ഓൾറെഡി മൈനസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. ടാക്സ് ലിവി ചെയ്ത് ആഡ് ചെയ്യാം, പാക്കിംഗ് ചാർജ് ആഡ് ചെയ്യാം. Late fee paid by the recipient of supply delayed payment of consideration. Recipient has agreed to pay 6,000 lump sum and no additional amount payable. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6,000 മാത്രമേ കൊടുക്കുള്ളൂ, അതിന്റെ മുകളിൽ ടാക്സ് ഒന്നും കൊടുക്കൂല. നമ്മൾ അങ്ങനെ തന്നെ ഓൾറെഡി എടുക്കുന്നത്. ഈ 6,000 ടാക്സ് കൂടി ഉണ്ട് എന്നല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താക്കണം, ഇത് ഇൻക്ലൂസീവ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത 15 ഇതിനെല്ലാം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രൈസ് ഓഫ് മിഷനറി 25,000 ആഡ് ചെയ്യാം. തേർഡ് പാർട്ടി ഇൻസ്പെക്ഷൻ ആഡ് ചെയ്യാം. ഇതെന്നാ സച്ച് ചാർജ് വർ പേയബിൾ ബൈ MS ഫ്ലോ, അതായത് സപ്ലയർ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ലേബിൾ ആയ പൈസയാണ്. ഹാസ് ബീൻ ഡയറക്ട്ലി പെയ്ഡ് ബൈ BP ലിമിറ്റഡ്. ഈ ചാർജസ് ആർ നോട്ട് റെക്കോർഡ് ഇൻവോയ്സ്. അപ്പൊ എന്താക്കണം, ഓൺ ബിഹാഫ് ഓഫ് പേയ്മെന്റ് ആണല്ലോ, അതുകൊണ്ട് എന്താക്കണം, ഇത് ആഡ് ചെയ്യണം. ഫ്രൈറ്റ് ചാർജസ് നമ്മൾ ആഡ് ചെയ്യും. സബ്സിഡി ഫ്രം സെൻട്രൽ ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് നമ്മൾ ആഡ് ചെയ്യണ്ട. ഡിസ്കൗണ്ട് 2% ഓൺ ദ പ്രൈസ് മെൻഷൻഡ് എബവ് ആൻഡ് റെക്കോർഡഡ് ഇൻവോയ്സ് ആണ്. ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, അത് മൈനസ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് പ്രൈസ് ഓഫ് ദ മിഷനറി വന്നിട്ടുണ്ട്. പാർട്ട് ഫിറ്റഡ് ഇൻ ദ മിഷനറി ഇൻ ദ പ്രെമിസസ് ഓഫ് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എമൗണ്ട് ആ ബിഹാഫ് ഓഫ് പേയ്മെന്റ് വരുന്നതാണ്. ഇൻസ്റ്റാളേഷൻ ടെസ്റ്റ് ആൻഡ് ചാർജസ് ഉണ്ട്. ഡിസ്കൗണ്ട് റെക്കോർഡ് ഇൻവോയ്സ് ആണ്, മൈനസ് ചെയ്യാം. അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ അഡീഷണൽ ഡിസ്കൗണ്ട് അറ്റ് ഇയർ എൻഡ് ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ സപ്ലൈ ആണ്. ബേസ്ഡ് ഓൺ അഡീഷണൽ പർച്ചേസ് which adjustment is made at the end of the financial year without any change in individual transaction. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പൊ എന്താക്കുന്നില്ല, ഒന്ന് ക്ലിയർ ആവില്ല, പിന്നീട് മാത്രമേ ആവുള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയറിൽ മാത്രമേ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുള്ളൂ. അപ്പൊ എന്താക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ഇപ്പൊ എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? സബ്സിഡി കേസൊക്കെ ഒരുമിച്ച് ഒന്ന് ഇട്ടരോ, ഒരുമിച്ച് ഇട്ടിരുന്നുണ്ടെന്ന് ഈ ഉദ്ദേശിച്ച ഒരു റെക്കോർഡ് വോയിസ് ഇട്ടാൻ വേണ്ടി കാണാം. ഓക്കെ, ഈ എന്താക്കി ആ ടൈം ഒന്ന് തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി, ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഓക്കെ. അപ്പം ഞാൻ നോർമലി പിള്ളേരോട് പറയാറുള്ളത്, സബ്സിഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സബ്സിഡി ആണോ നിങ്ങൾ ഒന്നും നോക്കണ്ട എന്നാണ്. അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ ലിങ്ക്ഡ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലിങ്ക്ഡ് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട എന്നാണ്. പക്ഷെ ചില ഫാക്കൽറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സിഡിയുടെ ആ ഡിസ്കൗണ്ട് ഡിഡക്ട് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ് കൂടി പഠിപ്പിക്കാറുണ്ട് പോലും.
അപ്പൊ ആ പിള്ളേർ എൻ്റെ അടുത്ത് നിന്ന് ഡൗട്ട് ചോദിക്കാറുള്ളത് കൊണ്ടാണ് ആ സംഭവം ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ കണ്ടെടുത്തോളം എപ്പോഴും ഈ എമൗണ്ട് ഒക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും. ഗവൺമെന്റ് ആണോ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തതാണെങ്കിൽ മാത്രം എന്താക്കുക, നമ്മൾ ആഡ് ചെയ്താൽ മതി. ലിങ്ക്ഡ് ആണെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. ലേറ്റ് ഫീൽ വരുന്ന ടാക്സിന്റെ കാര്യം ഒന്നുകൂടി പറയാവോ? ലേറ്റ് ഫീൽ വരുന്ന ടാക്സ് കൊണ്ടെന്ന് ഉദ്ദേശിച്ചത് അതായത് 15(2)D പ്രകാരം ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ ഓൺ ഡിലേഡ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് എന്താക്കണം, നമ്മൾ ആഡ് ചെയ്യണം. പക്ഷെ നമ്മൾ നോർമലി കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ, അതായത് ഇപ്പം ഈ സംഭവം ഈ ഒരു 10,000 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കും. 10,000 രൂപ നമ്മൾ വാല്യൂ സപ്ലൈയിൽ ആഡ് ചെയ്താൽ എന്താ ഉണ്ടാവുക, ഈ 10,000 മുകളിൽ നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യേണ്ടി വരൂലേ? ഈ 10,000 മുകളിൽ ടാക്സ് വരൂലേ? അപ്പൊ നമ്മൾ എന്താക്കേണ്ടി വരും, കസ്റ്റമറുടെ കയ്യിൽ ടാക്സ് കളക്ട് ചെയ്യേണ്ടി വരൂലേ? അപ്പം നമ്മളെ കസ്റ്റമറോട് ചോദിക്കുമ്പോൾ കസ്റ്റമർ എന്താ പറയാ, ആകെ 10,000 ഞാൻ നിനക്ക് തരുള്ളൂ, ആ ഇൻട്രസ്റ്റ് നമ്മൾ ഞാൻ വീണ്ടും നിനക്ക് ടാക്സ് തരൂല എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന 10,000 തന്നെ GST കൂടി ഇൻക്ലൂഡഡ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. അതാണ്. അപ്പൊ അത് എപ്പോഴും അങ്ങനെ തന്നെ എടുക്കേണ്ടത്. റൂള് പറയുന്നത് അങ്ങനെയാണ്. അത് അതേപോലത്തെ നമ്മൾ എടുക്കണം. ഈ 10,000 എന്നുള്ളത് ഇൻക്ലൂസീവ് ഓഫ് GST ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത് ഏതാണ്, GST ഇല്ലാത്ത എമൗണ്ട് ആഡ് ചെയ്യണം. 10,000 GST ഇല്ലാത്ത എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്ത് അത് നമ്മൾ ആഡ് ചെയ്ത് അവസാനം എന്താക്കും, നമ്മൾ അതിന് മുകളിൽ GST ആഡ് ചെയ്യും. കൺസിഡേർഡ് വരുമ്പോഴാണ് ചെറിയ കൺഫ്യൂഷൻ വരുന്നത്, ലിങ്ക്ഡ് ഗവൺമെന്റ് ഒക്കെ. അത് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ എപ്പോഴും പറയും ഇങ്ങനെയാണ്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഓൾറെഡി നമുക്ക് തരുന്ന എമൗണ്ട് പ്രൈസ് ഓഫ് ദ മെഷീനറി എന്ന് പറയുന്നത് ലിങ്ക്ഡ് ആണെങ്കിൽ ആയിരിക്കും അത് കുറച്ചിട്ട് തരുക, ലിങ്ക്ഡ് അല്ലെങ്കിൽ അത് കുറക്കാത്ത എമൗണ്ട് ആയിരിക്കും. ഗവൺമെന്റ് ആണോ, ലിങ്ക്ഡ് ആണെങ്കിൽ അത് ഓൾറെഡി കുറച്ച് എമൗണ്ട് ആയിരിക്കും, പിന്നെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് ആണെങ്കിൽ. ഈ നിങ്ങൾ എന്താക്കിയത്, ആ സമയത്ത് തന്നെ ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. ഞാൻ എന്താക്കാം, ആ ടൈമിൽ നിങ്ങൾക്ക് അത് ഒരു വോയിസ് പോലെ ഇട്ടുതരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? കാരണം അതിന്റെ ആൻസർ ആണോ? ആൻസർ ഞാൻ പ്രിപ്പയർ ചെയ്തതില്ല. ഞാനത് നോക്കി പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. അത് ഇന്ന് തന്നെ പ്രതീക്ഷിക്കരുത്. ഞാൻ നാളെ മറ്റന്നാളെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അയച്ചുതരാം കേട്ടോ. വാ, രജിസ്ട്രേഷന്റെ ക്വസ്റ്റ്യൻ എടുത്തോ. രജിസ്ട്രേഷനെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കും. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ട് ക്വസ്റ്റ്യന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ അല്ലെ? ഉറങ്ങാനായിട്ടില്ലല്ലോ, ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് ഉറങ്ങിയാൽ പോരെ? ഓക്കെ, സെറ്റ് സെറ്റ്. വാ, സ്റ്റാർട്ട് ചെയ്തോ. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി റിസൺ സാറ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ആക്കിയതാണ്. ക്ലിയർ? സ്റ്റാർട്ട് ചെയ്യാം. മിസ്റ്റർ ജഫർ ഓഫ് ആസാം, നമ്മുടെ സ്ഥലം ആസാം ആണ്. പ്രൊവൈഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിന്റെ ഡാറ്റ ആണ് ഇപ്പൊ തന്നിട്ടുള്ളത്. യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് അഗ്രിഗേറ്റ് ടേൺ ഓവർ ഫോർ ദ പർപ്പസ് ഓഫ് എലിജിബിലിറ്റി ഓഫ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീമിന്റെ എലിജിബിലിറ്റി, അതായത് 10 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള എലിജിബിലിറ്റി, അതിന്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതിന്റെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എങ്ങനെയാണ്, നോർമൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ പോലെ തന്നെ, പക്ഷെ ഇൻട്രസ്റ്റും ഡിസ്കൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഡിറ്റർമിൻ വെദർ ഹീസ് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ ലെവി ഓർ നോട്ട് ഇൻ ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണോ ഇല്ലോ എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് വാല്യൂ ഓഫ് ടാക്സബിൾ ഔട്ട്വാർഡ് സപ്ലൈ ഔട്ട് ഓഫ് 10 lakh വാസ് ഇൻ ദ കോഴ്സ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. ടാക്സബിൾ സപ്ലൈ 50 ലക്ഷമാണ്. ഇതിൽ ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ ടാക്സബിൾ സപ്ലൈയിൽ ഇന്റർസ്റ്റേറ്റ് ആയാലും ഇൻട്രാസ്റ്റേറ്റ് ആയാലും എല്ലാം വരുന്നതല്ലേ. അപ്പൊ നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഏത് എടുക്കണം? ഈ 50 ലക്ഷം എടുക്കണം. അടുത്തത് വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ. ഇതിന് 30 ലക്ഷം എന്താണെന്നാ പറയുന്നത്? ഇൻട്രസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഫോർ ദ പർപ്പസ് ഓഫ് കോമ്പോസിഷൻ സ്കീം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എടുക്കൂല? ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് എടുക്കൂല. അപ്പൊ ഇവിടെ 70 പകരം നമ്മൾ എത്ര എടുക്കുള്ളൂ? 70 30 മൈനസ് ചെയ്ത് 40 മാത്രമേ എടുക്കുള്ളൂ. ക്ലിയർ ആണല്ലോ. അടുത്തത് വാല്യൂ ഓഫ് ഇൻവാർഡ് സപ്ലൈസ് ഓൺ വിച്ച് ടാക്സ് പേയബിൾ അണ്ടർ ആർച്ച്. നോക്ക്, ഇൻവാർഡ് സപ്ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പർച്ചേസ് അല്ലേ? ഇൻവാർഡ് നമ്മുടെ പർച്ചേസ് അല്ലേ? നമ്മുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കൂല. അടുത്ത വാല്യൂ ഓഫ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് അഗ്രിഗേറ്റ് ടേൺ ഓവർ വരുമല്ലോ 5. അപ്പൊ ടോട്ടൽ എത്രയും മാറി? 50 പ്ലസ് 40 പ്ലസ് 5 95 ലക്ഷമാണ്. അഗ്രിഗേറ്റ് ടേൺ ഓവർ 95 ലക്ഷം. കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണോ അല്ലയോ? കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണോ അല്ലയോ? എലിജിബിൾ ആണോ? നീയ പറയുന്നു എലിജിബിൾ ആണെന്ന്. ബാക്കിയുള്ള ആൾക്കാർ എന്ത് പറയുന്നു? എലിജിബിൾ അല്ല. എന്തുകൊണ്ട് എലിജിബിൾ അല്ല? എന്തുകൊണ്ട് എലിജിബിൾ അല്ല? അയ്യോ, പറയൂ. നീ തന്നെ പറ ആൻസർ. എന്തുകൊണ്ട് എലിജിബിൾ അല്ലാത്ത നീയ? എന്തുകൊണ്ട് എലിജിബിൾ അല്ലാത്തത്? ഇന്റർസ്റ്റേറ്റ് ആയതുകൊണ്ടോ? അയ്യോ മാത്രം പോരാ. ഉത്തരം പോരട്ടെ. ആ, താഴത്താള് അപ്പൊ താഴത്താള് നോന്ന് ഇട്ടതുകൊണ്ട് ഈ വേഗം അങ്ങോട്ട് അറിഞ്ഞൂടാന്ന് ഇട്ടത്. അയ്യോന്ന് ഇട്ടതാണല്ലേ? അത് പ്രീവിയസ് ഇയർ ആണ് നോക്കേണ്ടത്. പ്രീവിയസ് ഇയറിന്റെ ഡാറ്റയാണ്. അപ്പൊ പറ, ഇത് നോക്കി. ഇത് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് എവിടെയാണ്? എടാ നല്ല വൃത്തിക്ക് റൗണ്ട് ഇട്ടിട്ട് കാണുന്നില്ലേ? എന്താ റൗണ്ട് ഇട്ടത്? നമ്മുടെ സ്റ്റേറ്റ് ആസാം എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ഇട്ടിട്ടില്ലേ? ആസാം എന്താണ്? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് അല്ലേ? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിന് 1.5 crore ആണോ ലിമിറ്റ്? അല്ല, 75 lakh ആണ്. 75 lakh എക്സീഡഡ് അല്ലേ? അപ്പം എലിജിബിൾ ആണോ? നീയാ എലിജിബിൾ ആണോ? അല്ല. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. മനസ്സിലായി? ഇതാ പറയുന്നത് എന്ത്? നമ്മുടെ സ്റ്റേറ്റ് മാർക്ക് ചെയ്യണം എന്നുള്ളത് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സായി ട്രേഡിംഗ് കമ്പനി എലിജിബിൾ രജിസ്റ്റേർഡ് ഡീലർ ഇൻ ഗുഡ്സ് മേക്കിംഗ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് വിത്തിൻ ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആസ് റിപ്പോർട്ടഡ് അഗ്രിഗേറ്റ് ടേൺ ഓവർ 78 lakh ഇൻ ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ടേൺ ഓവർ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ടേൺ ഓവർ 78 ലക്ഷമാണ്. ഡിറ്റർമൈൻ വെദർ സായി ട്രേഡിംഗ് ലിമിറ്റഡ് വിൽ ബി എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം ഇൻ ദ കറന്റ് ഇയർ. സായി ട്രേഡിംഗ് ലിമിറ്റഡ് കറന്റ് ഇയർ കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ ആണോ? എലിജിബിൾ ആണോ? എലിജിബിൾ ആണോ? ഡേ ഉത്തരം പോരട്ടെ. എലിജിബിൾ ആണോ? എടാ, ഒരാളെങ്കിലും. ഓക്കെ. ഓ, നിങ്ങൾ സംഭവം നേരത്തെ ഉത്തരം അയക്കുന്നുണ്ട് അല്ലെ? എന്റെയിലേക്ക് മെസ്സേജ് ഹാങ് ആയിട്ട് വരാത്തോണ്ടായിരിക്കും അല്ലെ? എലിജിബിൾ ആണ്. കാരണം എന്താ? അഗ്രഗേറ്റ് ടേൺ ഓവർ എക്സീഡ് 1.5 crore അല്ല. ആന്ധ്രാപ്രദേശ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ വരുന്നുണ്ടോ? ഇല്ല. ക്ലിയർ ആണല്ലോ. അപ്പം എലിജിബിൾ ആണ്. അടുത്ത ചോദ്യം, ഇത് ജമ്മു ആൻഡ് കശ്മീർ ആണെങ്കിലോ? ജമ്മു ആൻഡ് കശ്മീർ ആണെങ്കിലോ? ജമ്മു ആൻഡ് കാശ്മീർ ആണെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ജമ്മു ആൻഡ് കാശ്മീർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ വരുന്നുണ്ടോ? ഇവർക്കും 1.5 crore തന്നെ അല്ലേ? അപ്പൊ ഇതും എന്താണ്? എലിജിബിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. രജിസ്റ്റേർഡ് പേഴ്സൺ പ്രൊവൈഡ് ഫോളോ ഇൻഫർമേഷൻ. ഇത് അഗ്രിഗേറ്റ് ടേൺ ഓവർ ആസ് പെർ 26 കമ്പ്യൂട്ട് ചെയ്യാനാ പറയുന്നത്. കോമ്പോസിഷൻ സ്കീമിനല്ല. കോമ്പോസിഷൻ സ്കീമിനല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് എല്ലും നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് എല്ലും നമ്മൾ എടുക്കണം. ഓക്കെ, പറ്റുന്നുണ്ട്.
എടാ സ്പെഷ്യൽ കാറ്റഗറി ഏതൊക്കെയാ? MMNT, PT, സുമ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, പോണ്ടിച്ചേരി, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, പോണ്ടിച്ചേരി, തെലങ്കാന, S for സിക്കിം, U for ഉത്തരാഖണ്ഡ്, M for മേഘാലയ, A for ആസാം. ഡേ ഓക്കെ, അതാ ടൈപ്പ് ചെയ്ത് അവിടെ വന്നിട്ടാ. നോക്കുമ്പോ ഒറ്റ എടാ ഡോർ മനസ്സേ. സോറി. ഇപ്പൊ പറ, അഗ്രിഗേറ്റ് ടേണോവറിൽ എന്തൊക്കെ വരും? ഇൻട്രാസ്റ്റേറ്റ് ഔട്ട്വാർഡ് സപ്ലൈ അഗ്രിഗേറ്റ് ടേണോവറിൽ വരൂലേ? രണ്ടാമത്തത് ഇന്റർസ്റ്റേറ്റ് എക്സംപ്റ്റഡ് സപ്ലൈ ഇൻക്ലൂഡ് അഗ്രിഗേറ്റ് ടേണോവർ ആണ്. ടേണോവർ എക്സ്പോർട്ട് വരുമല്ലോ. IGST വരുമോ? ടാക്സ് എമൗണ്ട് എടുക്കണ്ട. CGST ST വരില്ല. കസ്റ്റംസ് ഡ്യൂട്ടി വരുമോ? കസ്റ്റംസ് ഡ്യൂട്ടി വരും. GST മാത്രമേ വരാനുള്ളൂ. പേയ്മെന്റ് മെയ്ഡ് ഫോർ അവൈലിംഗ് GTA സർവീസസ്. ഇവിടെയാണ് പോയിന്റ്. പേയ്മെന്റ് മെയ്ഡ് ഫോർ അവൈലിംഗ് GTA സർവീസ്. ഇത് നമ്മുടെ ഔട്ട്വാർഡ് ആണോ അതോ ഇൻവാർഡ് ആണോ? ഇത് നമ്മുടെ ഔട്ട്വാർഡ് ആണോ ഇൻവാർഡ് ആണോ? ഔട്ട്വാർഡ് ആണോ ഇൻവാർഡ് ആണോ? ഇൻവാർഡ് ആണല്ലോ. അപ്പൊ ഇൻവാർഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ടേൺ ഓവർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇൻവാർഡ് ആണെങ്കിൽ ഇത് നമ്മുടെ ടേൺ ഓവർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയാണ് വരിക? അപ്പൊ നമ്മുടെ ടോട്ടൽ എത്രയാണ് വരിക? എടാ ഒറ്റ മിനിറ്റ് ഇടാ. മുംതാസ് ചോദിച്ച സംഭവം എടാ ഓക്കെ, ഈ സംഭവം ആൻസർ കറക്റ്റ് ആയില്ലേ? എടാ A for അരുണാചൽ പ്രദേശ് ആട്ടോ, ആസാം അല്ല. സോറി. A for അരുണാചൽ പ്രദേശ് ആണ്, ആസാം അല്ല. A for അരുണാചൽ പ്രദേശ് ആണ്, ആസാം അല്ല. കണ്ട നീയെ പറഞ്ഞതാണ് നേരത്തെ, നീയെ പറഞ്ഞതാണ്. എടോ അപ്പൊ ഈ എന്താ ആൻസറിന് ഉറച്ചു നിൽക്കണായിരുന്നു. നീ മാറാൻ വേണ്ടി പറ്റൂലല്ലോ. ഈ പറഞ്ഞേ സാറ് പറഞ്ഞത് തെറ്റാണെന്ന് പറയണ്ടേ? സാറ് പറഞ്ഞത് തെറ്റാന്ന് പറയണ്ടേ? ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നല്ലേ ഇതൊക്കെ? ടിപ്പിക്കൽ ഡയലോഗ്. ഇല്ലില്ല, ആസാമില്ല. ഓക്കെ, ഇനി എന്തായാലും മാറില്ലല്ലോ. നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇട്ട ട്രിക്കാണത്. മനസ്സിലായില്ലേ? അതോ, അടുത്തത് അപ്പൊ മതിയേ. ഓക്കെ, സോറി. മിസ്റ്റേക്ക് ആയിട്ട് പോയതാണ്. ആസാം മാറിപ്പോയതാ. ഓക്കെ, അടുത്തത് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. റെലവന്റ് പ്രൊവിഷൻ. Darun provides services as business facilitator to Zeo Bank by facilitating in opening bank account to villagers in rural branch and earned a commission of 22 lakh in the month of April. അപ്പം ഏപ്രിൽ മാസത്തിൽ 22 ലക്ഷം കമ്മീഷൻ കിട്ടി. ഈസ് നോട്ട് രജിസ്റ്റർഡ് അണ്ടർ GST. ദരുൻസ് ടാക്സ് കൺസൾട്ടന്റ്, ദരുന്റെ ടാക്സ് കൺസൾട്ടന്റ് പറഞ്ഞു he is liable for registration under GST. 20 ലക്ഷത്തിന് മുകളിലായതുകൊണ്ട് GST എന്താക്കണം? രജിസ്ട്രേഷൻ എടുക്കണം എന്ന് പറഞ്ഞു.
ഓക്കെ, അടുത്തത് Derun has no other receptive business activity other than the above. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ? രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ? രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ? ഇവിടെ പറ. ഇവിടെ നോക്കിയേ, ബിസിനസ് ഫെസിലിറ്റേറ്റർ പ്രൊവൈഡഡ് ബിസിനസ് ഫെസിലിറ്റേറ്റിംഗ് സർവീസ് പ്രൊവൈഡഡ് ടു ബാങ്കിങ് കമ്പനി ആണല്ലോ. ബാങ്കിങ് കമ്പനിയാണ് ഇത് നോർമലി RCM വരേണ്ടതാണ്. പക്ഷേ ഇത് എവിടെയാ പ്രൊവൈഡ് ചെയ്തത്? റൂറൽ ഏരിയയിലാണ്. റൂറൽ ഏരിയയിലാണെങ്കിൽ ഈ സർവീസസ് എന്താ? എക്സംപ്റ്റഡ് സർവീസസ് ആണ്. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ദരുൺ വേറെ സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ ആകെ പ്രൊവൈഡ് ചെയ്യുന്നത് എക്സംപ്റ്റഡ് സർവീസ് മാത്രമേ ഉള്ളൂ. ഒരാള് എക്സംപ്റ്റഡ് സർവീസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അയാൾ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ സെക്ഷനിൽ നിങ്ങൾ ആൻസറിൽ എന്താ എഴുതുക? ആദ്യം സെക്ഷൻ 22 സബ്സെക്ഷൻ 1 പ്രകാരം സംഭവം എഴുതുക. എവരി പേഴ്സൺ ഹു ഈസ് ലാബ് ടു ടേക്ക് രജിസ്ട്രേഷൻ ഇഫ് ഈസ് അഗ്രിഗേറ്റ് ആണോ എക്സിയർ രജിസ്ട്രേഷൻ ലിമിറ്റ് in a state he makes taxable supply. Then next section 23 പ്രകാരം a person who exclusively engage in supply of exempted supply ആണെങ്കിൽ he no need to take registration എഴുതുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ആ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസസ് ബൈ എയർ ഉണ്ട്. കുറച്ച് സ്റ്റേറ്റ്സിന്റെ പേര് എന്നിട്ട് അവിടുന്നാണ് എംബാർക്കിങ്ങോ അല്ലെങ്കിൽ അവിടെയാണ് പിന്നെ തിരിച്ചിറങ്ങിയതെങ്കിൽ എക്സംഷൻ വരുന്ന ഒരു പോയിന്റ് കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസസ് ബൈ വാട്ടർ ബൈ ഷിപ്പിലൂടെയൊക്കെ ആണെങ്കിൽ ഇൻലാൻഡ് വാട്ടർ ബേസ് ആണെങ്കിൽ അതിന് എക്സംഷൻ കിട്ടും എന്നുള്ളതും, അതേപോലെ തന്നെ ഈ ടൂറിസം പർപ്പസ് ആണെങ്കിൽ അത് ടാക്സബിൾ ആണെന്നുള്ളതും. ബിസിനസ് കറസ്പോണ്ടന്റും റൂറൽ രണ്ടും നമ്മൾ പറഞ്ഞത് 5ാമത്തെ പ്രൊവിഷനും 6ാമത്തെ പ്രൊവിഷനും ബിസിനസ് ഫെസിലിറ്റേറ്റർ സർവീസും ബിസിനസ് കറസ്പോണ്ടൻസ് സർവീസും രണ്ടും എക്സംഷൻ ആണ്. ക്ലിയർ? അതിൽ ആസാം ഇല്ല എന്നുള്ളത് ഒന്ന് നോക്കട്ടെ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ സ്റ്റേറ്റ് ഇതുവരെയായിട്ട് പഠിച്ചിട്ടില്ല. അതായത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ ആ എയറിന്റെ എംബാർക്കിംഗ് ആ പോയിന്റിന്റെ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, അതിൽ ആസാം ഉണ്ട് കേട്ടോ. അതിൽ ആസാം ഉണ്ട്, മേഘാലയ ഉണ്ട്, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ബഗ്ഡോഗ്ര ഉണ്ട്. ഓക്കെ. അപ്പൊ ആസാം അവിടെയാണുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് എൻഗേജ് ഇൻ എക്സ്ക്ലൂസീവ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഫോളോയിങ് സ്റ്റേറ്റ്. 5 ലക്ഷം, 14 ലക്ഷം, 12 ലക്ഷം. മധ്യപ്രദേശ്, ഗുജറാത്ത്, ത്രിപുര. രജിസ്ട്രേഷൻ എടുക്കണോ വേണ്ടയോ? ഇവിടെ നോക്കി. ആദ്യം നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? അഗ്രിഗേറ്റ് ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്യണം. അഗ്രിഗേറ്റ് ടേൺ ഓവർ എത്ര വരും? 5ഉം 14ഉം 19ഉം 12ഉം എത്രയും 31 ലക്ഷം വരും. ഇവിടെ എവിടെയുണ്ട്? ത്രിപുര ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം രജിസ്ട്രേഷൻ ലിമിറ്റ് എത്രയേ കിട്ടുള്ളൂ? മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എണ്ണം വേണ്ടി 10 ലക്ഷമേ ഉള്ളൂ. അപ്പൊ അഗ്രിഗേറ്റ് ടേൺ ഓവർ എക്സീഡ് രജിസ്ട്രേഷൻ ലിമിറ്റ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താക്കണം? രജിസ്ട്രേഷൻ എടുക്കണം. അതിന് അടുത്ത ക്വസ്റ്റ്യൻ. ത്രിപുരയിൽ പെട്രോൾ ആൻഡ് ഡീസൽ മാത്രമാണ് സെയിൽ ചെയ്യുന്നതെങ്കിലോ? ത്രിപുരയിൽ പെട്രോൾ ആൻഡ് ഡീസൽ മാത്രമാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിപുരയിൽ എന്താണ് സെയിൽ ചെയ്യുന്നത്? എക്സംപ്റ്റഡ് മാത്രമാണെങ്കിൽ രജിസ്ട്രേഷൻ ലിമിറ്റ് 10 ലക്ഷമായിട്ട് റെഡ്യൂസ് ചെയ്യോ? ഇല്ല. രജിസ്ട്രേഷൻ ലിമിറ്റ് 10 ലക്ഷമായിട്ട് റെഡ്യൂസ് ചെയ്യോ? ഇല്ല. അപ്പൊ രജിസ്ട്രേഷൻ ലിമിറ്റ് 10 ലക്ഷമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ആണല്ലോ. അപ്പൊ രജിസ്ട്രേഷൻ ലിമിറ്റ് എത്ര കിട്ടും? 40 ലാഖ് കിട്ടും. ടേൺ ഓവർ എത്രയേ ഉള്ളൂ? 31 ഉള്ളൂ. അപ്പൊ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ് മാത്രമേ ഉള്ളൂ. അഗ്രിഗേറ്റ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മതി. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. Aggregate turnover of Dhampur Footwear Industries, Delhi has exceeded the applicable threshold limit of 40 lakh on 1st September. 1st September turn over exceed ആയി. It is submits application for registration on നമ്മൾ effective date of registration ഏതാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. അപ്ലിക്കേഷന് 20 സെപ്റ്റംബറിൽ കൊടുത്തു. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് 25 സെപ്റ്റംബറിന് ഗ്രാൻഡ് ചെയ്ത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് നോക്കണം? എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കാണാൻ വേണ്ടിക്ക് ടേൺ ഓവർ എക്സീഡ് ആയി വിത്തിൻ 30 ഡേയ്സിലാണോ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നോക്കണം. ഇവിടെ ടേൺ ഓവർ എക്സീഡ് ആയ ഡേറ്റ് ഏതാ?
1 സെപ്റ്റംബറിനാണ് ടേൺ ഓവർ എക്സീഡ് ആയത്. അപ്ലിക്കേഷൻ ചെയ്ത ഡേറ്റ് ഏതാ? 20 സെപ്റ്റംബറിനാണ് അപ്ലിക്കേഷൻ ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? വിത്തിൻ 30 ഡേയ്സ് ആണല്ലോ. വിത്തിൻ 30 ഡേയ്സ് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഏതാ വരിക? ടേൺ ഓവർ എക്സീഡ് ആവുന്ന ഡേറ്റ് ആണ്. അപ്പൊ ടേൺ ഓവർ എക്സീഡ് ആവുന്ന ഡേറ്റ് ഏതാണ്? 1 സെപ്റ്റംബർ. അപ്പൊ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഏതുവരും? 1 സെപ്റ്റംബർ. അടുത്ത ക്വസ്റ്റ്യൻ, അഗ്രിഗേറ്റ് ടേൺ ഓവർ 20 ലക്ഷം എക്സീഡ് ചെയ്തു. എപ്പോ ചെയ്തു? 25/10 എക്സീഡ് ചെയ്തു. അപ്ലിക്കേഷൻ കൊടുത്തത് 27/11 വിത്തിൻ 30 ഡേയ്സ് ആണോ? അല്ല. വിത്തിൻ 30 ഡേയ്സ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഏത് എടുക്കേണ്ടത്? ഡേറ്റ് ഓഫ് ഗ്രാന്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡേറ്റ് എടുക്കണം? 5th ഡിസംബർ എടുക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയാണ് ഈ രജിസ്ട്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ നിങ്ങളടുത്ത് അഗ്രിഗേറ്റ് ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താക്കണം? അഗ്രിഗേറ്റ് ടേൺ ഓവർ ആസ് പെർ 2 സബ്സെക്ഷൻ 6 പ്രകാരമുള്ള അതിന്റെ ഡെഫിനിഷൻ എഴുതണം. അഗ്രിഗേറ്റ് ടേൺ ഓവർ ഇൻക്ലൂഡ് ടാക്സബിൾ സപ്ലൈ, എക്സംപ്റ്റഡ് സപ്ലൈ, ഹോളി എക്സംപ്റ്റഡ് സപ്ലൈ, എക്സ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്നുള്ള പോയിന്റ് എഴുതും. എന്നിട്ട് എഴുതുക എക്സംപ്റ്റഡ് സപ്ലൈ ഇൻക്ലൂഡ് ഹോളി എക്സംപ്റ്റഡ് സപ്ലൈ, ഇൻറേറ്റഡ് സപ്ലൈ, നോൺ ടാക്സബിൾ സപ്ലൈ. ക്ലിയർ ആണല്ലോ? എന്നിട്ട് അതേപോലെ തന്നെ അതിന്റെ കൂടെ എഴുതുക inward supply on which tax is payable under RCM not included. GST or any tax paid not included. എന്നിട്ട് എന്താക്കുക? അഗ്രിഗേറ്റ് ടേൺ ഓവർ കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആണോ? ഇതേപോലെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ഫോർ ദ പർപ്പസ് ഓഫ് കോമ്പസിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം? ഇതേപോലെ എഴുതിയിട്ട് അതിന് കൂടെ എന്ത് ചെയ്യണം? അവർ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ അഗ്രിഗേറ്റ് ടേൺ ഓവർ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടാ ഓക്കെ ആണോ? ഓക്കെ ആണോ ഗൈസ്? എല്ലാവർക്കും ഓക്കെ ആണോ? വാല്യൂ സപ്ലൈ ഓക്കെ ആണോ? രജിസ്ട്രേഷൻ ഓക്കെ ആണോ? ഓക്കെ ആണോ എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻക്ലൂഡ് ചെയ്യാത്തത് ഈ രണ്ടേ ഉള്ളൂ. ഇൻവാർഡ് RCM ആൻഡ് GST. ഔട്ട്വാർഡ് RCM ആണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഔട്ട്വാർഡ് RCM ഇൻക്ലൂഡ് ചെയ്യണം. ഇൻവാർഡ് RCM ആണ് ഇൻക്ലൂഡ് ആക്കേണ്ടത്. എല്ലാവർക്കും ഓക്കെ ആണ്? ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാര്യം ചെയ്യാം. നമ്മൾക്ക് നാളെ രാവിലെ എടുക്കേണ്ടത് ആദ്യം നമുക്ക് ടാക്സ് ഇൻവോയ്സിന്റെ ചാപ്റ്റർ എടുക്കണം. ടാക്സ് ഇൻവോയ്സ് എന്നത് പക്ക ഡ്രൈ ആണ്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താക്കുന്ന അറിയാം? ടാക്സ് ഇൻവോയ്സിന്റെ ഒരു ചെറിയ നോട്ട് ഉണ്ട്. നോട്ട് ഞാൻ ഉണ്ടാക്കിയ നോട്ടല്ല, ഒരു വേറെ മെറ്റീരിയൽ എന്നുള്ള നോട്ടാണ്. ആ നോട്ട് എന്താക്കി തരാം? ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ആ നോട്ട് ഈ നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ നോട്ട് ഒന്ന് വായിക്കുക. ഈ നോട്ട് ഒന്ന് വായിച്ച് നിങ്ങൾ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കുക. ദെൻ നമ്മൾ എന്താക്കും? ഞാൻ എന്തായാലും ഞാൻ എടുക്കാണ്ട് പോവില്ല. ദെൻ അതെന്താക്കും? ഞാൻ നിങ്ങൾക്ക് അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അതെടുത്തു. പക്ഷെ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഒരു ഐഡിയ ഉണ്ടാകുമ്പോൾ അത് കുറച്ച് പെട്ടെന്ന് തീരും. ഐഡിയ ഉണ്ടാകാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലാതെ പക്ക തിയറി സംഭവം മാത്രം, അഡ്ജസ്റ്റ്മെന്റ് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്ത സംഭവമാണ്. പക്ഷെ നിങ്ങൾ അത് വൺ ടൈം വായിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താക്കാം? ആ സാധനം കുറച്ച് സ്പീഡിൽ എടുത്തിട്ട് പോവാം. ഓക്കെ. അപ്പൊ നമുക്ക് നാളെ രാവിലെ കൊണ്ട് ടാക്സ് ഇൻവോയ്സും ടൈം ഓഫ് സപ്ലൈയും ഒരു 11 വരെ അല്ലെങ്കിൽ ഒരു 12-11 ആകുമ്പോഴത്തേക്ക് നമുക്ക് ടൈം ഓഫ് സപ്ലൈ അടക്കം നമുക്ക് തീർക്കണം. ഇതിന് ശേഷം നമുക്ക് ഇനി ITCയുടെ ചാപ്റ്റർ ബാക്കിയുണ്ട്. ബിഗസ്റ്റ് ചാപ്റ്റർ ITC നമുക്ക് തീർക്കണം. പിന്നെ അതിന്റെ കൂടെ തന്നെ റിട്ടേൺ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാനുള്ളതുണ്ട്. ആ സംഭവം നമുക്ക് തീർക്കണം. EVA ബില്ല് നോക്കണം. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് നോക്കാനുണ്ട്. ഓക്കെ. TDSഉം TCS നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കാണ്ട്. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. ഓക്കെ. പ്ലേസ് ഓഫ് സപ്ലൈ ഇതൊരു പക്ക ഡ്രൈ ചാപ്റ്റർ ആണ്. അതും കൂടി നമുക്ക് തീർക്കാം. അപ്പൊ നമുക്ക് GST കംപ്ലീറ്റ് ആവും. അപ്പൊ മാക്സിമം നമുക്ക് നാളെ തന്നെ എന്താക്കാം? തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. കഴിയോ? നമുക്ക് നോക്കാം, തീർക്കാം. മാക്സിമം നമുക്ക് തീർക്കാം. ഓക്കെ. ഇന്ന് ശരിക്കും ഞാൻ പറഞ്ഞ ടാക്സ് ഇൻവോയ്സ് കൂടി ഇന്ന് തീർക്കാന്ന് വിചാരിച്ചായിരുന്നു. അത് തീർന്നിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ഡേ കൊണ്ട് തീർക്കാം. ഓക്കെ. അപ്പോ ബാക്കിയൊക്കെ എങ്ങനെ പോകുന്നു? പഠിത്തം കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? ശുഭനിദ്ര ആയിട്ടില്ല. ഒരു 5 മിനിറ്റ് ഒരു കാര്യം കൂടി. ഡയറക്ട് ടാക്സ് 1 ഫുൾ ഡേ കമ്പൾസറി ക്വസ്റ്റ്യൻ നമുക്ക് സെറ്റ് ആക്കാം. ഗെയിം ചേഞ്ചർ. സാറിന് മോട്ടിവേഷൻ തരുന്നോ? ഓക്കെ. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ എന്താക്കണം? സാലറിയും ഹൗസ് പ്രോപ്പർട്ടിയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം നോക്കി സെറ്റാക്കി വെക്കണം. ഓക്കെ. അത് സെറ്റാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ കമ്പൾസറി ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടി കഴിയുള്ളൂ.
ക്ലിയർ? ഓക്കെ. അപ്പോ അതുപോലെ നമുക്ക് GST കമ്പൽസറി ക്വസ്റ്റ്യൻ എന്തായാലും നോക്കണം. GST കമ്പൽസറി ക്വസ്റ്റ്യൻ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുന്ദരമായിട്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ചെറിയ ടൈം കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന GST കമ്പൽസറി ക്വസ്റ്റ്യൻ. അത് ഇൻകം ടാക്സിന്റെ കമ്പൽസറി ക്വസ്റ്റ്യൻ ചിലപ്പോൾ ലെങ്തി ആയിരിക്കും, പക്ഷെ GST ഒരിക്കലും ലെങ്തി ആവില്ല. നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നെന്താക്കാം, നമുക്ക് ഇതുവരെ നിർത്താം. ഓക്കെ, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ അല്ലേ? ബാക്കി പഠിത്തം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് പോകുന്നില്ലേ? ഓക്കെ, എക്സാമോട് അടുത്തപ്പം ടെൻഷനോ സ്ട്രെസ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഞമ്മക്ക് എന്ത് ടെൻഷൻ സാറേ, നമ്മൾ ഫുൾ പവർ അല്ലേ. ടെൻഷൻ ഇല്ലെങ്കിൽ കുറച്ച് പറഞ്ഞ് ടെൻഷൻ ഇറങ്ങി വരുമ്പോ, എക്സാം ആവുമ്പോൾ ഇറങ്ങി വരുമ്പോ നമ്മൾ വിചാരിക്കും അടുത്ത അറ്റംപ്റ്റ് ഞാൻ 100% പഠിച്ചിരിക്കും, ഞാൻ തകർത്തിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ നെക്സ്റ്റ് ഇതേ സെയിം സംഭവം സംഭവിക്കും. നമ്മൾ വീണ്ടും 60% പഠിച്ചിട്ട് പോകും. 60% പഠിച്ചിട്ട് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എക്സാമിന്റെ റിസൾട്ടിന് പാസ്സാവില്ല. മിനിമം നമ്മൾ 80% പഠിച്ചിരിക്കണം. മിനിമം നമ്മൾ 80% പക്ക പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ICAR എക്സാമിന് നമ്മൾ പാസ്സാവുള്ളൂ. 60% പഠിച്ചിട്ട് പോയാലൊന്നും ഉണ്ടാവില്ല, എക്സാമിന് പാസ്സാവില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി കുറച്ച് ദിവസം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഈ ദിവസം മാക്സിമം എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഇരിക്കണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. എത്ര ആൾക്കാർ ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ആൾക്കാർ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാലും നോർമലി ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പകുതി കുട്ടികൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഗുഡ് ഗുഡ് ഗുഡ്. ഷെഡ്യൂൾ ടൈം ടേബിൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. ആ ഷെഡ്യൂൾ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. ഇനി എത്രത്തോളം അഡീഷണൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് കുറെ കല്യാണങ്ങൾ വരുന്നുണ്ടാവും, ഫാമിലി ഫങ്ഷൻസ് വരുന്നുണ്ടാവും, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോവാനുണ്ടാവും. ഇതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ഇരിക്കണം, എഴുന്നേൽക്കാണ്ടിരിക്കണം, ഒരേ ഇരിപ്പിരിക്കണം. എന്നിട്ട് നമ്മൾ പഠിക്കണം. എന്തിനാ നമ്മൾ പഠിക്കണം? ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് CA എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ വരുക? നിങ്ങൾ എന്തിനാണ് CA എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ? എടാ വീട്ടുകാർ മനസ്സിലാവണ്ടേ? വീട്ടുകാർ മനസ്സിലാവണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഗേൾസിന്റെ അടുത്ത് പ്രത്യേകിച്ച് വീട്ടുകാർക്ക് ഉണ്ടാകുന്ന സംഭവമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ സ്റ്റേൺ ആയിട്ട് നിന്നിട്ട് സ്ട്രോങ് ആയി നിന്നിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കാം. നമ്മൾ പാസ്സായിട്ട് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കണം വീട്ടുകാർക്ക്. ഓക്കെ, വീട്ടുകാരെന്നെ ചിലപ്പോ വീട്ടുകാരനെ പറയും, എടാ കല്യാണം ഉണ്ടടാ ഒന്ന് പോടാ, നമുക്ക് കല്യാണത്തിന് പോയില്ലെങ്കിൽ മോശാടാ, അവർ നമ്മളെ വീട്ടിൽ കല്യാണത്തിന് വന്നതല്ലേ, അവർ എന്താ എന്ത് വിചാരിക്കാനേ, എന്ത് വിചാരിക്കാനേ. നമ്മള് ലൈഫ് സെറ്റിൽഡ് ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ വീട്ടുകാരെ മാറ്റി കൊടുക്കാൻ വേണ്ടിക്ക്. നാട്ടുകാരും കുടുംബക്കാരും പറയുന്നത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ തോറ്റ് ജീവിതത്തിൽ ഒന്നും അല്ലാതായിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരും കുടുംബക്കാരും ആരും നമ്മുടെ അടുത്ത് വരില്ല. ഈവൻ വീട്ടുകാരടക്കം നമ്മുടെ അടുത്ത് വരില്ല. ഒരു ലിമിറ്റ് വരെ മാത്രമേ അവർ നമ്മളെ കൂടെ വെക്കുള്ളൂ. ഒരു ലിമിറ്റ് വരെ മാത്രമേ അവർ നമ്മളെ കൂടെ വെക്കുള്ളൂ. അപ്പം നമ്മളെ സംശയത്തോളം നമ്മൾ പാസ്സാന്നുള്ളത് നമ്മുടെ അൾട്ടിമേറ്റ് ഉത്തരവാദിത്തമായിരിക്കണം. നിങ്ങൾ എന്തിനാ CA കോഴ്സ് എടുത്തത്? നിങ്ങൾ എന്തിനാ CA കോഴ്സ് എടുത്തത്? എന്തിനാ നിങ്ങൾ CA കോഴ്സ് ചൂസ് ചെയ്തത്?